ഇന്ന് രാത്രിയും നാളെ രാത്രിയും വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി 1000 ആണ്ട് വാഴ്ച എന്നൊരു ഭാഗമായിരിക്കും പ്രതിപാദിക്കുന്നത്. ഇന്ന് രാത്രി 5 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു 3-4 മിനിറ്റ് ഇടവേളയിലേക്ക് പോകും. അത് കഴിഞ്ഞ് 20 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ 4 വാക്യങ്ങൾ വായിക്കുമ്പോൾ 9 വാക്യങ്ങളായിരിക്കും. വെളിപ്പാട് പുസ്തകവും ദാനിയേൽ പ്രവചനവും അടിസ്ഥാനപ്പെടുത്തി യേശുക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷതയും 1000 ആണ്ട് വാഴ്ച എന്ന ഒരു ഭാഗമായിരിക്കും 3 രാത്രിയിലും ചിന്തിക്കുന്നത്. പ്രത്യേകിച്ച് നാളെ പ്രഭാതത്തിൽ സാർ സൂചിപ്പിച്ചതുപോലെ ഇവിടെ പകൽ യോഗമുണ്ടായിരിക്കും. 10:30 പാട്ട് തുടങ്ങുന്നതായിരിക്കും. 1 മണി വരെയും യോഗമുണ്ടായിരിക്കും. അതിലും വെളിപ്പാട് പുസ്തകമായിരിക്കും നാളെ പകലും അടുത്ത ദിവസം പകലും പ്രതിപാദിക്കുന്നത്. ടോട്ടൽ 5 മെസ്സേജ് ആയിരിക്കും. കർത്താവിന്റെ വരവും സഭയാ മണവാട്ടിയുടെ യോഗ്യതയുമായിരിക്കും പ്രതിപാദിക്കുന്നത്. നിങ്ങൾക്ക് ഏവർക്കും കടന്നു വരികയും ഈ യോഗത്തിൽ സഹകരിക്കുകയും ചെയ്യാവുന്നതായിരിക്കും. മറ്റു മുന്നറിയിപ്പുകളൊന്നും പറയുന്നില്ല. അടുത്ത ദിവസങ്ങൾ കുറെ കൂടെ നേരത്തെ വരണം. 8:40 നമുക്ക് മെസ്സേജ് തുടങ്ങിയാൽ 10:10 നിർത്താം. സ്വാഭാവികമായിട്ടും സ്റ്റേജുകളിൽ ഏകദേശം 2 മണിക്കൂറോളമാ കർത്താവിന്റെ വരവ് ഞാൻ ഒരു മെസ്സേജ് കൊടുക്കുന്നത്. ഇവിടുത്തെ ജോലിയുടെയും എമിറേറ്റിലെ കുഞ്ഞുങ്ങളുടേതായ ജീവിത വിഷയത്തിന്റെ സാഹചര്യം അടിസ്ഥാനപ്പെടുത്തിയ നമ്മുടെ യോഗം ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണം ഇത്തരുണത്തിൽ ഓർക്കുന്നു. ആസ്പദമായി വിശുദ്ധ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 4-5 വാക്യങ്ങൾ മൈക്കൽ കൂടി വായിക്കും. തത്സമയം ഡിസ്പ്ലേ കൊടുക്കുന്നതായിരിക്കും. വിശുദ്ധ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 4-5 വാക്യങ്ങൾ. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു. അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. അതിൽ ഇരിക്കുന്നവർ ന്യായവിധിയുടെ അധികാരം കൊടുത്തു. അടുത്ത വാക്ക്, യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനം നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുടേതുമായ ആത്മാക്കളെ ഞാൻ കണ്ടു. അടുത്ത വാക്യം, അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടി വാണു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് വാണു. ഇതായിരിക്കും ഈ കൺവെൻഷന്റെ തീം. യേശു ക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷത 1000 ആണ്ട് വാഴ്ച. ഇതിനെ ബേസ് ചെയ്തായിരിക്കും നാം ചിന്തിക്കുന്നത്. വെളിപ്പാട് 20:4-5 മൃഗത്തോടും അതിന്റെ പ്രതിമയോടും അതിന്റെ സംഖ്യയോടും അതിന്റെ മുദ്രയേൽക്കാത്തവർ ക്രിസ്തുവിനോട് കൂടെ 1000 ആണ്ട് വാഴ്ചയിലേക്ക് കടന്നു. കണ്ണുകൾ ലഭിക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ അടയ്ക്കാം. ഒരിക്കൽ കൂടി ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഇവിടെ നല്ല കുഞ്ഞുങ്ങൾ പാട്ടുപാടി വളരെ സന്തോഷമായ ഗാനങ്ങളെല്ലാം അവർ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചെങ്കിലും എമിറേറ്റ്സിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വലിയ സന്തോഷമൊന്നും കാണുന്നില്ല. കേരളത്തിന്റെ വടക്കേറ്റമായ ഒരു ജില്ലയുണ്ട്, വയനാട്. അതിന്റെ ഓരോ മണ്ണിലും പ്രഭാഷണം നടത്തുവാൻ ദൈവം എനിക്ക് കൃപ തന്നു. പുൽപ്പള്ളിയിലും ബത്തേരിയിലും അമ്പലവയലിലും മീനങ്ങാടിയിലും ഇപ്പോൾ ബാണാസുര സാഗറും കൽപ്പറ്റയും തിരുനെല്ലിയും മാനന്തവാടിയും അതിന്റെ ഏറ്റവും നിർണായകമായ ഒരു പട്ടണമായിരുന്നു മേപ്പാടി. മേപ്പാടിയുടെ പ്രത്യേകത, അവിടെ നമ്മൾ പ്രസംഗിക്കുമ്പോൾ 4 മലകൾ കാണാം. 1 ചൂരമല, 2 മുണ്ടക്കൈ, ഇപ്പുറത്ത് വരുന്നത് നിലമ്പൂരിനോട് ചേർന്ന പുത്തുമല, അതിനോടനുബന്ധിച്ച് വെള്ളാർമല. ഒരു രാത്രി 11 മണിക്ക് ഭക്ഷണം കഴിച്ച് സമാധാനത്തോടെ അവർ കിടന്നുറങ്ങി. ആരും അറിഞ്ഞില്ല. 11:30 റിക്ടർ സ്കെയിലിൽ 4 ഭൂമി ഒന്ന് ചലിച്ചു. ഭൂമി പടുപട പൊട്ടും, കിടുകിട കീറും, മത്തനെ പോലെ ചാഞ്ചാടും, കാവൽമാടം പോലെ ആടും. അത് വിറയ്ക്കും, വീഴും, എഴുന്നേൽക്കയില്ല. അതാരും അറിഞ്ഞില്ല. 1:30 മണിയായപ്പോൾ ഉരുൾപൊട്ടാൻ തുടങ്ങി. സംഭവിച്ചത് 1000കണക്കിന് വീടുകൾ ആ ഉരുളിനകത്ത് പോയി കഴിഞ്ഞു. അതിന്റെ പുറകെ ഒരു സംഭവം നടന്നു. എന്താ സംഭവം നടന്നാമോ? ഏകദേശം മലകളിൽ നിന്ന് ഉരുളൻ കല്ലുകൾ ഒഴുകാൻ തുടങ്ങി. 400-ൽ പരം പേർ മരിച്ചത് കണ്ടു. ഇന്നും 78 ബോഡികൾ കിട്ടാതെ സെൻസസിന്റെ കണക്ക് പഞ്ചായത്തിനകത്ത് മേപ്പാടിയിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്നു. അതല്ല നമ്മുടെ കാര്യം. 2 ദിവസം കഴിഞ്ഞപ്പോൾ നിലമ്പൂരിന്റെ മണ്ണിൽ കൂടി ഒഴുകുന്ന ചാലിയാർ പുഴയിൽ കണ്ട കാഴ്ച, മനുഷ്യന്റെ കൈ വേറെ, മനുഷ്യന്റെ കാല് വേറെ, തകർക്കപ്പെട്ട ശരീരം വേറെ. എന്നാൽ ഇന്ന് രാത്രി അതിന്റെ നടുവിൽ നിന്ന് ഒരു ഭൂകമ്പം എമിറേറ്റ്സിലും അല്ലെങ്കിൽ നമ്മുടെ ജില്ലകളിലും വരാമായിരുന്നു. അതിന്റെ നടുവിൽ നിന്ന് എന്നെ കൺമണി പോലെ കാത്ത ദൈവം. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? സ്തുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന നല്ല ദൈവം. ഇന്ന് രാത്രി വീടിന്റെ കെട്ടുറപ്പ് കണ്ടിട്ടല്ല, നിന്റെ ഭവനം പണിത കോൺക്രീറ്റിന്റെ പവറിലല്ല, എന്റെ കണ്ണുനീരിന് കാലിന് വീഴ്ച പ്രാണന മരണത്തിൽ നിന്ന് വിടുവിച്ച് ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തിയ കർത്താവിന് കോടാനുകൂടി സ്തോത്രം എന്ന് പറയുക. ഇന്ന് രാത്രി എത്ര പേർ അതരം തുറന്ന് ദൈവത്തെ ആരാധിക്കുക? സ്തുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന നല്ല ദൈവം. ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്ന പ്രിയ ഈ കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി ഇതിന്റെ നടുവിൽ
വന്നിട്ടുണ്ട്. എവിടെ ആരാധന ഉയർന്നിട്ടുണ്ട് അവിടെ ദൈവകരം ഇറങ്ങി വന്നിട്ടുണ്ട്. എവിടെ ദൈവമക്കൾ മുട്ടുമടക്കിയിട്ടുണ്ട് അവിടെ മതിലുകൾ തകർന്നിട്ടുണ്ട്. എവിടെ കണ്ണുനീരോടെ ദൈവജനം ഉപവസിച്ചിട്ടുണ്ടെങ്കിൽ ചില വിടുതലുകൾ അവിടെ നടന്നിട്ടുണ്ട്. ഇന്ന് രാത്രി പഴയ നിയമത്തിന്റെ വിമോചകന മോശയ്ക്ക് ശേഷം ഒരുവന്റെ ദൈവം തെരഞ്ഞെടുത്ത അവന്റെ പേരാ യോശുവ സ്വർഗസന്നിധിയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ ഡോക്ടറേറ്റും PhD ഒന്നുമില്ല. അപ്പൊ സ്വർഗം പറഞ്ഞൊരു കാര്യമുണ്ട്, മോശയോട് കൂടെ ഇരുന്നത് പോലെ എല്ലാ നാളും ഇന്ന് രാത്രി ഞാൻ നിന്നോട് കൂടെ ഇരിക്കുക. ഇന്ന് രാത്രി ചെറുപ്പക്കാരി നിന്റെ കയ്യിൽ ഡോക്ടറേറ്റോ PhD ഒന്നുമില്ലെങ്കിൽ അവന്റെ ബലമുള്ള കൈക്കീഴിൽ നീ താഴ്മയോടെ ഇരുന്ന തക്ക സമയത്ത് നിന്നെ പുറപ്പെടുവിക്കുക. എന്ന് രാത്രി യോശുവയുടെ കണ്ണുനീരിനകത്ത് ഇറങ്ങി വന്നൊരു കരം നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ദൈവവചനം അവൻ ഏറ്റെടുത്തു. 1 ഹല്ലേലൂയ പാളയത്തിനകത്ത് വചനം കൊടുത്തു. 2 ദൈവസന്നിധിയിൽ മുട്ടുമടക്കി. 3 വിശുദ്ധിയുടെ ഉപദേശം പറഞ്ഞു. 4 ഒരു പ്രവചന ദൂത് പറഞ്ഞു. നാളെ യഹോവ നമ്മുടെ ഇടയിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കുക. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? പഴയ നിയമത്തിന്റെ ഭരണത്തിന്റെ നദിയായ യോർദാൻ കൊയ്ത്ത് കാലത്തൊക്കെ യോർദാൻ തീരമെല്ലാം കവിഞ്ഞൊടുക. എന്നാൽ നിയമത്തിന്റെ പെട്ടകവുമായി ആഴി എന്തെന്നറിയാതെ ആഴമെന്തെന്നറിയാതെ ദൈവത്തിന്റെ ദാസന്മാർ യാത്രയായി. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി നിന്നെ മറുകര കടത്തുകയില്ലെന്ന് യോർദാൻ പറയൂ, നിന്നെ അക്കര കടത്തത്തില്ലെന്ന് പിശാച് പറയൂ. എന്നാൽ ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറയുക, അഭിഷേകത്തോടെ ഇന്ന് രാത്രി ഞാൻ യാത്ര ചെയ്ത എനിക്കെതിരെ പോരാടുന്ന അന്ധകാരത്തിന്റെ ബന്ധനങ്ങളെ മാറ്റിക്കൊണ്ട് യോർദാന്റെ കലക്ക വെള്ളത്തെ മാറ്റുക. ഉയരത്തിലെ കരമിറങ്ങിയെങ്കിൽ ഇന്ന് രാത്രി ആ കരം തളർന്ന കരമല്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി ഷാർജ വർഷിപ്പ് സെന്ററിൽ കാൽ ചവിട്ടി ദൈവത്തെ ആരാധിക്കുമ്പോൾ കിലോമീറ്ററുകൾക്കപ്പുറത്ത് അവർ കാൽ ചവിട്ടിയത് യോർദാനിലെ കലക്ക വെള്ളത്തില. പക്ഷെ ഈജിപ്തിലെ അരാബായിൽ ഉപ്പുവെള്ളത്തെ ചിറ പോലെ കെട്ടി നിർത്തിയെങ്കിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുക. വാഴ്ചകളെയും അധികാരങ്ങളെയും അന്ധകാരത്തിന്റെ പോരുകളെയും കാൽവരുടെ കൊലക്കളത്തെ തകർത്തുയർത്തെഴുന്നേറ്റ യേശുവിന്റെ നാമം ഈ കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി വെളിപ്പെടുമ്പോൾ നിനക്കെതിരെ പോരാടുന്ന അന്ധകാര ശക്തികളെ തകർത്തുകൊണ്ട് മറുകര കടക്കുക. ഇസ്രായേലിന്റെ പാളയത്തിനകത്ത് ഇറങ്ങി വന്ന കരം ഇന്ന് രാത്രി എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇടുക്കി മൂലമറ്റത്ത് ഒരു ടർബൈൻ കറങ്ങുമ്പോൾ തിരുവല്ല പട്ടണത്തിൽ ഒരു ഹൈമാസ് ലൈറ്റ് കത്തുമെങ്കിൽ അതിലും വേഗത്തിൽ സഞ്ചരിക്കുന്ന വചനം ഇന്ന് രാത്രി കൺവെൻഷൻ കൂട്ടങ്ങൾക്കകത്ത് വെളിപ്പെടുമ്പോൾ നാളുകളായി നിന്നെ മറുകര കടത്താതെ പിശാച് പോരാടുന്ന വിഷയങ്ങൾക്കകത്ത് ഇന്ന് രാത്രി മറുകര കടത്തുക. ഇസ്രായേലിന്റെ പാളയത്തിനകത്ത് ഇറങ്ങി വന്ന കരം ഇന്ന് രാത്രി എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. കരുണാമയനും നിത്യനും നീതിമാനുമായി ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. വെയിലാറിയ സമയത്ത് ഏതെന്റെ പറുദീസ തന്റെ മക്കളുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന് കരം തൊട്ട് അനുഗ്രഹിച്ച പൊന്നു കർത്താവ് കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി ഞങ്ങളുടെ നടുവിലാഗതനായിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങയുടെ പാദം ഒന്ന് ചലിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വാക്ക് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വിടുതൽ നടന്നതുപോലെ ഇന്ന് രാത്രി വേദനയോടെ വന്ന കുഞ്ഞുങ്ങളുടെ വേദനകൾ മാറുക, ദുഃഖത്തോടെ വന്ന മക്കളുടെ ദുഃഖങ്ങൾ മാറുക, പ്രയാസത്തോടെ വന്ന കുഞ്ഞുങ്ങളുടെ പ്രയാസങ്ങൾ മാറുക. അടിപ്പിണരന്റെ കരം ഇന്ന് രാത്രി ചലിക്കുന്ന രാത്രിയായി മാറട്ടെ. കടന്നു വന്ന കുഞ്ഞുങ്ങളെല്ലാം മഹാദൈവം അനുഗ്രഹിച്ചാട്ട്. എമിറേറ്റ്സിന്റെ വിവിധ തലങ്ങളിൽ രാവും പകലും അധ്വാനിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരെല്ലാം ദൈവം കാത്താട്ടെ. ഇതിന്റെ പിൻപിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന കുഞ്ഞുങ്ങളെ എല്ലാം സ്വർഗകരം ഇന്ന് രാത്രി തൊടുന്ന രാത്രിയായി മാറട്ടെ. ഒരു രാത്രി കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു. ഈ കൺവെൻഷൻ ഞങ്ങളുടെ പേരോ പ്രശസ്തിയോ ഉയരരുത്. ക്രൂശിക്കപ്പെട്ട നാഥന്റെ നാമം മാത്രം ഈ കൺവെൻഷനകത്ത് ഉയരണം. ആദ്യോടന്ത തിരുസാന്നിധ്യത്തിൽ മറയ്ക്കും വചനത്തിന്റെ വാതിലുകളെ തുറക്ക്. വെളിച്ചം, ശബ്ദം, പ്രകൃതി എല്ലാം ദൈവം കാക്ക്. വന്ന മക്കളെ ഈ രാത്രി വിടുതലോടെ കടത്തിവിടും. പ്രാർത്ഥന മാനിച്ചതിനായി നന്ദി. മഹത്വവും പുകഴ്ചയും അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ ധന്യ നാമത്തിൽ തന്നെ കരമുയർത്തി കർത്താവിന് മഹിമ കൊടുക്കാം. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഉണർവോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാവരും വിശുദ്ധ ബൈബിളിലേക്ക്, എല്ലാ വാക്യങ്ങളും വായിക്കത്തില്ല, നിങ്ങൾ ബൈബിൾ തുറന്നിരിക്കണം. വിശുദ്ധ ബൈബിൾ നമ്മുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിൾ 31,173 വാക്യങ്ങൾ, 39 പഴയ നിയമഗ്രന്ഥങ്ങൾ, 27 പുതിയ നിയമപുസ്തകങ്ങൾ, 66 ഗ്രന്ഥങ്ങളുടെ സമാഹാരമാണ് ഹോളി ബൈബിൾ. അതിനകത്ത് മൊത്തമായി 1189 അധ്യായങ്ങൾ. പുതിയ നിയമത്തിൽ 262 അധ്യായങ്ങൾ. 5 ശ്രേണിയായി പുതിയ നിയമത്തെ തിരിക്കുന്നു. 1 സുവിശേഷം, മത്തായി, മർക്കോസും ലൂക്കോസും യോഹന്നാനും. യേശു ക്രിസ്തുവിന്റെ ജനനം, 2 ജീവിതം, 3 മരണം, 4 ഉയർത്തെഴുന്നേൽപ്പ്. അത് കഴിഞ്ഞ് 5-ാമത്തെ ഒരു ഭാഗമുണ്ട്, ആരും അധികം തൊടാറില്ല. അതിന്റെ പേര് അവൻ രാജാക്കന്മാരുടെ രാജാവായി മടങ്ങി വരും. സ്വോത്രം. 4 സുവിശേഷം കഴിയുമ്പോൾ 2-ാം ഭാഗം വരുന്നു. സഭയുടെ ചരിത്രം, അപ്പോസ്തല പ്രവർത്തികൾ ധന്യനായ ലൂക്കോസ് വൈദ്യനാൽ രേഖപ്പെടുത്തി കഴിയുന്നു. അതിനുശേഷം മുൻപോട്ടുള്ള ഭാഗങ്ങൾ തിരുസഭ ആചരിക്കേണ്ട കാൽപ്പനികമായ ഉപദേശത്തുകൾ പരിശുദ്ധാത്മാവ് ലേഖന്മാരിൽ കൂടി റോമയും കോരിന്ത്യയും തെസ്സലോനിക്കയും തിമോഥെയോസും എബ്രായരും എഫേസ്യരും എല്ലാം രക്ഷയും മാനസാന്തരവും സ്നാനവും
അനുഗ്രഹവും വേർപാടും വിശുദ്ധി വരുവാനിരിക്കുന്ന നിത്യതയെല്ലാം അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. 4-ാം തലം തുലവും ചെറിയ ലേഖനങ്ങൾ 1 പത്രോസും 2 പത്രോസും 1 യോഹന്നാനും, അതുപോലെ 2 യോഹന്നാൻ 3 യോഹന്നാൻ, തീത്തോസും ഫിലോമോനും യാക്കോബും വരാൻ പോകുന്ന എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത, കാലത്തിന്റെ അന്ത്യം, ഉപദേശത്തിൽ കടന്നു പോകുന്നവരുടെ ന്യായവിധിയെല്ലാം അതിനകത്ത് രേഖപ്പെടുത്തുന്നു. അവസാന ലേഖകനായ യൂദ ഇങ്ങനെ ഒരു വാക്യം ചൊല്ലുന്നു: ആദം മുതൽ 7-ാമനായ ഹാനോക്ക് ഇങ്ങനെ പ്രവചിച്ചു, കാത്തിരിക്കുന്ന തന്റെ ഭക്തന്മാരെ ചേർക്കുവാൻ 1000 വിശുദ്ധന്മാരുമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. ദൈവസഭയുടെ ഭാഗ്യകരമായ പ്രത്യാശ. അതുകൊണ്ട് ഇന്ന് വൈകിയ വേളയിൽ അജ്മാനിലെ കൊയർ പാടി നിങ്ങൾ കേട്ടുവല്ലോ, പരിശുദ്ധൻ മഹോന്നത ദേവ്. താഴെ ഒരു വാക്യമുണ്ട്, ഞങ്ങളുടെ ഉപദേശിമാര് ബാക്കിയുള്ളവരും അങ്ങനെ പ്രസംഗിക്കാറില്ല. പകവണ്ടക്കം, കോപം, ദ്വന്ദ്വപക്ഷം, ജാരശങ്ക, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപ്, കള്ളുകുടി, കഞ്ചാവടിച്ച് പോസ്റ്റ് ഇടുന്ന സകലരെയും ന്യായം വിധിക്കുവാൻ ഏകനും ന്യായാധിപതിയുമായി കർത്താവുള്ള സിംഹാസനത്തിൽ വെളിപ്പെടും. അതിന്റെ നിവൃത്തിയായി ലോകത്തിൽ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കും. അതിനാസ്പദമായി കോവിഡ്, നാളെ പകലൊക്കെ ഇതെല്ലാം ചിന്തിക്കും, ഇതൊരു അന്ത്യദിനം. അത് കഴിഞ്ഞ ശേഷം ഇപ്പോൾ മങ്കി പോക്സ്, എംപോക്സ് ആയി ചുരുങ്ങിയെങ്കിലും ഷിഗല്ലയും ഈക്കോളയും ഇതെല്ലാം വരും. ഒരുപക്ഷെ ഇനിയും ലോക്ക്ഡൌണിന്റെ ഒക്കെ സാധ്യതകൾ കാണാം. ബാങ്കുകളും കമ്പനികളും ഒക്കെ പൂട്ടാനൊരു സാധ്യത വരുമ്പോൾ ഉപദേശത്തിൽ നിന്ന് ജനം മാറുവാൻ സാധ്യത. ഞങ്ങളെ പോലുള്ള ഉപദേശിമാർ, അതുപോലുള്ള നിങ്ങളുള്ള വിശ്വാസികളെല്ലാം വചനം വിട്ടുപോകാൻ ഒരു സാധ്യത കണ്ടുകൊണ്ട് യൂദ ഇങ്ങനെ അവസാനം കുറിക്കുന്നു: വീഴാതിരിപ്പാൻ നിങ്ങളെ തന്നെ സൂക്ഷിച്ച് ഏകനാഥൻ സത്യദൈവം കളങ്കമറ്റ ആനന്ദപൂർണതയോട് നിത്യതയിൽ എത്തിക്കുന്ന നാഥന്റെ വചനത്തെ ഏറ്റെടുക്കുന്ന ദൈവമക്കൾ പ്രകൃതിയുടെ ദുരന്തങ്ങളും കോവിഡൊക്കെ വന്നാലും അവർ സ്വർഗമുഖത്തേക്ക് നോക്കി എമിറേറ്റിൽ പറയുന്ന ഒരു കാര്യമുണ്ട്: ആമേൻ, കർത്താവായ യേശുവേ വരേണമേ. അവർക്ക് വേണ്ടി വിശുദ്ധ വെളിപ്പാട് 22:12 അവസാനിക്കുമ്പോൾ എമിറേറ്റിലെ ദൈവമക്കളെ, അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, അഴുക്കാടുന്നവൻ അഴുക്കാടട്ടെ, വിശുദ്ധൻ ഒന്നുകൂടെ മുട്ടുമടക്കട്ടെ, എമിറേറ്റ്സിനകത്ത് നീതിമാൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കട്ടെ, സകലർക്കും പ്രതിഫലവുമായി എന്റെ കാന്തൻ മധ്യാകാശത്തിൽ വരും. അതാ നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശ. ഇന്ന് രാത്രി 7:30 കാൽവറിയിലെ ക്രൂശീകരണം, 2 കള്ളന്മാരുടെ നടുവിൽ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി വാഴ്ത്തപ്പെട്ട കർത്താവ് പരമയാഗമായി. ആ ഭാഗങ്ങളെല്ലാം അടുത്ത ദിവസങ്ങൾ 37 കാലം മുതൽ ഭക്തന്മാർക്ക് ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നു. നിരയായി ഭക്തന്മാരെ കാലപുരിക്ക് അയക്കുമ്പോൾ AD 64 ഒരുവൻ യാത്രയായി. അവന്റെ പേര് അപ്പോസ്തലനായ യോഹന്നാൻ. പോയത് തുർക്കിയുടെ ഭരണത്തിനകത്ത് പാശ്ചാത്യ റോമന്റെ പൗരസ്ത്യ റോമന്റെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ ഒന്നായ ഏഷ്യ മൈനറിലേക്ക് അവൻ യാത്രയായി. യോഹന്നാൻ അപ്പോസ്തലൻ അവിടെ ചെന്ന് ആസിയയിലെ 7 സഭകൾ ആരംഭിച്ചു. എഫെസോസും ലവോദിക്കയും സ്മർണയും തുദയൂരയും പെർഗമോസും, അതുപോലെ അവസാന സഭ ഫിലാഡൽഫിയ സഭയൊക്കെ ആരംഭിച്ചു. ഒരു ചീഫ് പാസ്റ്ററായി സേവനമനുഷ്ഠിക്കുമ്പോൾ റോമന്റെ കിരാത ഭരണകൂടം ഭക്തന്മാരെ കാലപുരിക്ക് അയക്കുന്നു. 1-ാമത്തെ ചക്രവർത്തിമാരിൽ ഏദോമിന്റെ ഗവർണറായി ഹല്ലേലൂയ ഹെരോദാവും അപ്പുറത്തു പീലാത്തോസും. കാലം മാറുന്നു, ഭരണാധികാരികൾ മാറുന്നു. വെസ്പേഷ്യൻ വരുന്നു, റോമാ നഗരം ചുട്ടരിച്ച നീറോയും, യെരുശലേമിന്റെ ദൈവാലയം തകർത്ത ടൈറ്റസും, പുറകെ ലൗദിയോസും ക്ലൗഡിയോസും എല്ലാം റോമന്റെ ഭരണത്തിൽ വരുമ്പോൾ 90ന്റെ ആധിക്യത്തിൽ ഒരുവൻ വരുന്നവരുണ്ട്. അവന്റെ പേര് ഡൊമേഷൻ, ഗ്രേറ്റ് ഡൊമേഷൻ. അവൻ ഭരണത്തിൽ വന്ന് ഉലകത്തിന്റെ ചരിത്രത്തിൽ 2 വർഷം കഴിഞ്ഞപ്പോൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്: തച്ചന്റെ മകന്റെ യേശു രക്ഷകനെന്നോ ഉലകത്തിന് വേണ്ടി അവൻ പിറന്നതൊന്നും റോം അംഗീകരിച്ചിട്ടില്ല. തച്ചന്റെ മകന്റെ വചനം പറയുന്ന ആരെങ്കിലും ഉണ്ടോ? അവർ പറഞ്ഞു, സാറേ, പലരെയും കാലപുരിക്ക് അയച്ചു. ഇപ്പോൾ വയോധികനായി ഒരു ഹല്ലേലൂയ അപ്പോസ്തലൻ കിടപ്പുണ്ട്. എവിടെ കിടപ്പുണ്ട്? അദ്ദേഹം പറഞ്ഞു, എഫെസോസിനകത്തുണ്ട്. എന്നാൽ തരാം. താളിയോലകൾ തിരുത്താണി കൊണ്ട് അന്നൊരു കൽപ്പന അദ്ദേഹത്തിന് വേണ്ടി കൊടുത്തു. പടയാളികൾ ഏറ്റെടുത്ത കൽപ്പന, ബൈബിളിന്റെ പുറത്തെ ചരിത്രം. അവന്റെ കൈകാലുകൾ ബന്ധിച്ച് കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുപോയി കഴുത്ത് മുതൽ അടിവയർ വരെ വാളുകൊണ്ട് കീറിക്കൊല്ലുവാനുള്ള 1-ാമത്തെ കൽപ്പന ഡൊമേഷ്യൻ എന്ന കിരാത ചക്രവർത്തിയുടെ കയ്യിൽ കിട്ടുന്നത്. എഫെസോസഭയുടെ ശുശ്രൂഷകനായി വയോധികനായി 90 കഴിഞ്ഞൊരു കപ്പ് കാപ്പി പിടിക്കാൻ ബലമില്ലാതിരിക്കുന്ന മനുഷ്യന്റെ അടുത്ത് ഉലകത്തിന്റെ ചരിത്രത്തിന്റെ പിൻപിൽ സഞ്ചരിക്കുമ്പോൾ പ്രഭാതത്തിൽ 6 കുതിരകൾ, 12 പടയാളികൾ 5 മണിക്ക് വന്നു. രാവിലെ തോറയുടെയും തനാക്കിന്റെ ചുരുളുകൾ വായിച്ചു കൊണ്ടിരുന്ന വയോധികനായ യോഹന്നാൻ അപ്പോസ്തലനോട് പറഞ്ഞു, അപ്പോസ്തല, താങ്കളുടെ അവസാന മിനിറ്റുകളിലേക്ക് വരുമോ? അദ്ദേഹം ഞെട്ടിപ്പോയി. ചർച്ചിനകത്ത് ആരുമില്ല. അവര് വായിച്ചൊരു വാക്യമുണ്ട്. എന്താ? പടയാളികൾ ക്രൂരമായി വായിച്ചു കേൾപ്പിച്ചു. താങ്കളുടെ കൈകാലുകൾ ബന്ധിച്ച് കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുപോയി കഴുത്ത് മുതൽ അടിവയർ വരെ വാളുകൊണ്ട് കീറിക്കൊല്ലുവാനുള്ള കൽപ്പന. ആ പാവപ്പെട്ട വയോധികനെ പിടിക്കുന്നു. വയോധികനെ പിടിച്ച ശേഷം എന്ത് ചെയ്തു? റോമന്റെ കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുപോയി ചരിത്രത്തിന്റെ തങ്കത്താളുകൾ രേഖപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. 5:30 അവിടെ എത്തിച്ചു. ഒരു തടിയുടെ പ്രതലത്തിൽ അദ്ദേഹത്തെ കടത്തി. ചില നിമിഷങ്ങൾ കഴിഞ്ഞ് കൈകാലുകൾ ബന്ധിച്ചു. ക്യാൻസറിന് റേഡിയോ തെറാപ്പി പാട്ട് കൊടുക്കുന്നത് പോലെ ഒരു പേന കൊണ്ടുപോലെ വരച്ചെന്ന് അവർ പറയുന്നു. 6 മണി കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ വായിച്ചു. 6:30 ആയപ്പോൾ ക്രൂരനായ ഒരു പടയാളി, യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിനകത്ത് പെരിട്ടോണിയസ് എന്ന് പറയുന്ന ഒരു പടയാളി ഉണ്ടായിരുന്നു. അവന്റെ കയ്യിലായി ചാട്ടവാറും അതുപോലെ ഈയക്കട്ടയും വാളച്ചുണ്ടയും യേശുവിന്റെ ശരീരം തകർത്ത് അവന്റെ കൂട്ടത്തിൽ ഒരു പടയാളിയായിരുന്നു. റോമന്റെ കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുവരുന്ന കുറ്റവാളികൾക്ക് ശിക്ഷ കൊടുക്കുന്നത്. ആ പടയാളി
മലയാളി ഒരു കാര്യം ചെയ്തു. യോഹന്നാൻ വയോധികന്റെ ഹല്ലേലൂയ കൈകാലുകൾ ബന്ധിച്ച് മുഖം മൂടിക്കഴിഞ്ഞ മാർക്ക് ചെയ്ത ശരീരത്തിനകത്ത് പെതിയൊന്ന് ഹല്ലേലൂയ വാളുകൊണ്ട് കീറുവാൻ തുടങ്ങി. ശരീരത്തിനകത്ത് ചെറിയ രക്തം കിടിയുന്നെങ്കിലും ശരീരം ഒട്ടിപ്പിടിക്കുവാനിടയായി തീർന്നു. ചില നിമിഷങ്ങൾ കയ്യിലിരുന്ന ഉടവാളെടുത്ത് അദ്ദേഹം വലിച്ചെറിഞ്ഞിട്ട് അവരോട് പറഞ്ഞു, ഈ മനുഷ്യനെ കൊല്ലുവാൻ കഴിയത്തില്ല, ഇദ്ദേഹത്തിന്റെ അകത്ത് എന്തോ അസാമാന്യ ശക്തിയുണ്ട്. ഇന്ന് രാത്രി കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി നിന്നെ സഹായിപ്പാൻ ആരും കാണത്തില്ല. കാരാഗ്രഹത്തിനകത്ത് നീ ഏകനായിരിക്കും. നിന്റെ ശരീരത്തെ മുറിവേൽപ്പിക്കാൻ ഡൊമേഷന്റെ കൽപ്പന വരും. എന്തുകൊണ്ട് യോഹന്നാൻ മരിച്ചില്ല? അന്ന് വിശുദ്ധ വെളിപ്പാട് പുസ്തകം അവൻ എഴുതിയിട്ടില്ല. ഇന്ന് രാത്രി മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, നിന്നെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തിനെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, ക്യാൻസർ 4ാമത്തെ സ്റ്റേജ് ആയാൽ അതിന്റെ നടുവിൽ നിന്ന് നിന്നെ ഉയർത്തിക്കൊണ്ടുവരുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? ഇവിടുത്തെ അൽകാശ്മി കുവൈറ്റും തള്ളട്ടെ, ഹാർട്ട് അറ്റാക്കിനകത്ത് ഇനി ഒരു കാര്യം നടക്കത്തില്ലെന്ന് ലോകം പറയും. എന്നാൽ ഇന്ന് രാത്രി കണ്ണുനീരോടെ പറയണം, എന്റെ പ്രാർത്ഥനയുടെ മറുപടി, ഞാൻ മുട്ടുമടക്കി ദൈവസന്നിധിയിൽ ആരാധിച്ച കണ്ണുനീരിന്റെ മറുപടി, എന്റെ ബൈബിളിനകത്ത് എഴുതിയ തുണ്ട് പേപ്പറിന്റെ മറുപടി, എന്റെ പോരക്കകത്തിറങ്ങി വരുന്നത് വരെ എന്റെ കണ്ണുകൾ അടയുക. എന്റെ ദൈവം അനുവദിക്കത്തില്ല. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. സിസ്റ്റർ, ബ്രദർ, ഇന്ന് രാത്രി ചെറുപ്പക്കാരെ ഭാരപ്പെടേണ്ട. നിന്റെ കരങ്ങളിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്. സാധാരണ ദൈവമല്ല, അണ്ഡഘടാകങ്ങളെ സൃഷ്ടിച്ച ദൈവം, ആകാശ നക്ഷത്രങ്ങളെ ഉളവാക്കിയ ദൈവം, സൂര്യനെയും ചന്ദ്രനെയും അതിന്റെ ഓർബിറ്റിനകത്ത് കറക്കുന്ന ദൈവം, മിൽക്കി വേ ഗാലക്സിക്കകത്ത് ആകാശ പാറകളെ വെച്ച ദൈവം, കൂപ്പിളിയാർ ബെൽറ്റിനകത്ത് ഓരോ ഗ്രഹത്തെയും കറക്കുന്ന ദൈവം, അവൻ അറിയാതെ എമിറേറ്റിനകത്ത് എന്റെ തലയിൽ ഒരു മുടിനാര് പോലെ താഴെ വീഴുക എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി ക്യാൻസർ അല്ല വലുത്, ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ കരം വലുത്. ഇന്ന് രാത്രി ട്യൂമർ അല്ല വലുത്, ഇന്ന് രാത്രി ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ കരം വലുത്. ഇന്ന് രാത്രി നിന്റെ കരങ്ങളിലിരിക്കുന്ന ബൈബിൾ സാധാരണ പുസ്തകമല്ല, കുട്ടിസനം ഡിങ്കലും മായാവിയല്ല, 8000 പ്രോമിസ് ഉള്ളതാ നാം ആരാധിക്കുന്ന ദൈവത്തിന്റെ വചനം. മനസ്സിലാകുന്നവർക്ക് ഇന്ന് രാത്രി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. 8,000 പ്രോമിസ്, 8000 പ്രോമിസ്. ആദ്യ രാത്രി പറയാം, ഇസ്രായേലിന്റെ 1ാമത്തെ രാജാവായി ഒരുവനെ ദൈവം തെരഞ്ഞെടുത്തു. കഴുതി അന്വേഷിച്ചു പോയവനെ പിടിച്ച് ഇസ്രായേലിന്റെ രാജാവാക്കി. അപ്പോൾ ദൈവത്തിന്റെ പ്ലാൻ വിട്ട് പദ്ധതി വിട്ട് അവൻ ചലിക്കാൻ തുടങ്ങി. സ്വർഗം നോക്കി ആരെ ആക്കണം രാജാവ്. അന്ന് ശമൂവേൽ എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു. സ്വർഗം ശമൂവേലിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, കുഞ്ഞ് യിശ്യായുടെ വീട്ടിൽ പോകണം, അവിടുന്ന് ഒരുവനെ ഇസ്രായേലിന്റെ രാജാവാക്കണം. ശമൂവേൽ നല്ലതുപോലെ യാത്രയായി. ഞങ്ങളുടെ ഭാഷമാരുടെ ഭാഷ പറഞ്ഞ ഓർഡിനേഴ്സ് ബാഡ്ജും കാർഡുമായിട്ടൊക്കെ അവിടെ യാത്രയായി. നേരത്തെ തന്നെ ഇശായിക്ക് ഒരു വാട്സപ്പ് കൊടുത്തായിരുന്നു, അങ്ങോട്ട് വരുന്നുണ്ട്, നിന്റെ പിള്ളേരിൽ ഒരുവനെ പിടിച്ച് രാജാവാക്കാൻ പോവുക. ഭയങ്കര സന്തോഷമായി ഇശായിക്ക്. ഇസ്രായേലിലെ 2ാമത്തെ രാജാവ് എന്റെ കൊല്ലത്തിലല്ലയോ. സ്വോത്രം. വാഗ്ദത്തത്തിന്റെ നിവൃത്തി പ്രകാരം അവിടെ ചെന്നു 7 കുഞ്ഞുങ്ങളെയും അവിടെ നിരത്തിയിരിക്കുക. സ്വോത്രം. ഓരോ അവിടെ ചെന്ന് നാടൻ ഭാഷ ശമൂവേൽ ഒരു പാട്ടൊക്കെ പാടി, വന്ദനമേശുപര ഇന്ന് പകൽ മുഴുവൻ. ഇവൻ പ്രാർത്ഥിച്ച് തലേ കൈവക്കാൻ പോയപ്പോൾ സ്വർഗം പറഞ്ഞു, ഇവനെ ഒന്നും ഞാൻ കണ്ടിട്ടില്ലെന്ന്. സ്വോത്രം. ഇവിടെ ഇരിക്കുന്ന എമിറേറ്റ്സിലെ ഉപദേശിമാരല്ല, ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാരാണ് കവർ കിട്ടിയ ഏതവന്റെ തലയിലും കൈവക്ക്. സ്വോത്രം. അങ്ങനെയുള്ളവനല്ലായിരുന്നു ശമൂവേൽ. മനസ്സിലാകുന്നവർക്കായി അന്ന ദൈവാലയത്തിൽ കരഞ്ഞപ്പോൾ ദൈവ സാന്നിധ്യം ഏറ്റെടുത്ത് വചനം ദുർലഭമായ കാലത്ത് സ്വർഗത്തിന്റെ അരുളപ്പാട് കേട്ട് പായ്ക്കകത്ത് കരഞ്ഞവനാ ശമൂവേൽ. അടിയനിതാ അരുളപ്പാട് തന്നാലും അവൻ വാഗ്ദത്തത്തിൽ വീഴത്തില്ല, കവറിലും വീഴത്തില്ല, പ്രലോഭനത്തിലും വീഴത്തില്ല. ദൈവാത്മാവിൽ ചലിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾ ലോകത്തിന്റെ പ്രലോഭനത്തിൽ വീഴത്തില്ല. വചനം മനസ്സിലാകുന്നവർക്കായി ശമൂവേലോട് സ്വർഗം പറഞ്ഞു, നിറവോ ഗുണമോ മണമോ ഡോക്ടറേറ്റോ കാണണ്ട. ഓരോ വ്യക്തികളുടെ അടുത്തും കരമിറങ്ങി ചെല്ലുമ്പോൾ ശമൂവേൽ പുറകോട്ട് വലിച്ചൊരു കാര്യമുണ്ട്. സ്വോത്രം. അപ്പൊ ഇശായിയോട് ചോദിച്ചു, കുഞ്ഞെ നിനക്ക് വേറെ വല്ല കുഞ്ഞുങ്ങളും ഉണ്ടോ? ഇശായി പറഞ്ഞൊരു കാര്യമുണ്ട്, 8ാമത് ഒരുവനുണ്ട്. ഇസ്രായേലിന്റെ ഭാഷയിൽ 8ാമത് വരുന്നത് അൺവാണ്ടഡ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എഫേസ്യ ലേഖനം വെളിപ്പാട് പുസ്തകമൊക്കെ 7 കഴിഞ്ഞവൻ അൺവാണ്ടഡ്. അവന്റെ കാര്യം പറഞ്ഞാൽ, ഷാർജക്കാരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, കോർപ്പക്കാരനകത്ത് മരുഭൂമിയിൽ എങ്ങാണ്ട് അവൻ ആട് മേയിച്ചുകൊണ്ട് കിടക്കുക. വചനം മനസ്സിലാകുന്നവർക്ക് ഇന്ന് രാത്രി ഓർക്കേണ്ടവർ ഓർക്കത്തില്ല. അപ്പനും അമ്മയും തള്ളിക്കളെ. പ്രോമിസ് ഉള്ളവൻ മരുഭൂമിക്കകത്ത് കടന്നാൽ അവനെ എവിടെ കൊണ്ടുവരുവാൻ? കൊട്ടാരത്തിനകത്ത് കൊണ്ടുവരുവാ. എന്ന് രാത്രി വിളിച്ചു പറയണം, ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്, കണ്ണുനീരിന് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്. എന്ന് രാത്രി ഡോക്ടറേറ്റും അധികാരമല്ല വലുത്. ദാവീദിന്റെ പിൻപിൽ വലിയ ഡോക്ടറേറ്റ് ഇല്ലായിരുന്നു, പക്ഷെ ഒന്നും ഉണ്ടായിരുന്നു, അവൻ അഭിഷേകത്തോടെ ദൈവത്തെ ആരാധിച്ചു. 2024 എമിറേറ്റ്സിനകത്ത് കൺവെൻഷൻ
നടക്കുമ്പോൾ ആരാധിക്കാൻ നീ തയ്യാറുണ്ടെങ്കിൽ അധികകാലം കാട്ടിനകത്ത് കിടക്കാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. തൂതേറ്റെടുക്കുന്നവർക്കായി ഇന്ന് രാത്രി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി 2 അപ്പന്റെ ആടുകളെ പിടിക്കുവാൻ വന്ന ദൂഷ്ടമൃഗത്തെ തകർക്കുവാൻ അവന്റെ മേൽ ഒരു അഭിഷേകം ഉണ്ടായിരുന്നു. ഇന്ന് രാത്രി വചനം ഏറ്റെടുക്കുന്ന ചെറുപ്പക്കാര് ഇതിന്റെ നടുവിൽ നിന്ന് പറയണം, അഭിഷേകത്തോടെ നീ ദൈവത്തെ ആരാധിക്കുമെങ്കിൽ, ഇന്ന് രാത്രി കരമടിച്ച് ദൈവത്തെ ആരാധിക്കുമെങ്കിൽ, ദൂഷ്ടനെതിരെ പോരാടാൻ തയ്യാറുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ചില ശൗലിന്റെ കസേരകൾ മാറുമ്പോൾ കാട്ടിനകത്ത് കരമടിച്ചവനെ പിടിച്ച് ഇസ്രായേലിന്റെ രാജാവാക്കുക, സ്വർഗത്തിന്റെ കരം ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി വരണം. നിന്ദിച്ചവരുടെ നടുവിൽ എന്നെ മാനിക്കുന്ന ദൈവ, ശത്രുക്കളുടെ നടുവിൽ എന്നെ ഉയർത്തുന്ന ദൈവ. Something is happened in this moment, the precious moment, the mighty presence of Holy Spirit surrounded in this evening. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി കരമുയർത്തണം. ആരൊക്കെ നിനക്കെതിരെ വേലി കെട്ടിയാൽ, ആരൊക്കെ പുറത്തു വരുത്തുന്ന പദ്ധതി വെച്ചാൽ, നിന്റെ ചേട്ടന്മാർ നിന്റെ പതനം കാണാൻ കാത്തിരുന്നാൽ, അപ്പനും അമ്മയും ഉപേക്ഷിച്ചാൽ, ഇന്ന് രാത്രി പ്രത്യാശയുടെ വചനമുള്ളവൻ പറയണം, അവരൊക്കെ ഏത് വേലി കെട്ടിയാൽ അതിന്റെ നടുവിൽ വാഗ്ദത്തമുള്ളവനെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാ. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവം വിശ്വാസ. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? ആരൊക്കെ നിനക്കെതിരെ മതിൽ കെട്ടിയാൽ, എമിറേറ്റ്സിനകത്ത് നിന്ന് ജോലിക്കെതിരെ പോരാട്ടമിട്ടാൽ, ഇന്ന് രാത്രി ആരാധിക്കുന്ന ദൈവമൈക്കൾ പറയണ, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്ക, എന്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞെടുക്ക. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ആരാധിക്കുന്നവനെ അധിക ദിവസം തളച്ചിടാൻ കഴിയത്തില്ല. ആത്മാവിൽ ശ്രുതിക്കുന്നവന് വേണ്ടി ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഇറങ്ങി വരിക. കാട്ടിനകത്ത് കരമടിച്ച ദാവീദിനെ പിടിച്ച് ഇസ്രായേലിന്റെ രാജാവാക്കുക, സ്വർഗത്തിന്റെ കരം ഇറങ്ങിയെന്നെങ്കിൽ ഈ വ്യാഴാഴ്ച രാത്രി പറയണ, ആ കരം തളർന്ന കരമല്ല. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് സിസ്റ്റർ നീ പ്രാർത്ഥിച്ചാൽ മതി. പർവ്വതങ്ങൾ നിന്റെ മുൻപിൽ മാറ് ബ്രദർ. ഇന്ന് രാത്രി കുന്നുകൾ നിന്റെ മുമ്പിൽ നീങ്ങി പോകും. എന്നാൽ എമിറേറ്റ്സിൽ എന്നെ കൊണ്ടുവന്ന ദൈവത്തിന്റെ ദയ എന്നെ വിട്ടുപോകയില്ല. വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. പ്രോമിസുകൾ മരിക്കുന്നില്ല. അപ്പോസ്തലനായ യോഹന്നാൻ അവിടുന്ന് രക്ഷപ്പെടുന്നതോ അവസാനമായിട്ട് അവന് നാട് കടക്കുന്നത് പത്മോസ്, ഈജിയൻ കടലിനകത്ത് 6 മാസം ഒരിക്കൽ കപ്പലെടുക്കുന്ന സ്ഥലത്തേക്ക് വയോധികനെ നാട് കടത്തുന്നു. അവിടെ കാണുന്നത് 5 കൂട്ടം കാര്യങ്ങൾ. ആകാശമുട്ട കരിമ്പനെ, പച്ച മനുഷ്യനെ കൊത്തി തിന്നുവാൻ നിൽക്കുന്ന കഴുകർ, മനുഷ്യന്റെ അസ്ഥിക്കഷം വാർന്നു തിന്നുന്ന പരുന്തു, തലയോട്ടിയുടെ ദുർഗന്ധവും അടിക്കുമ്പോൾ പാറക്കൂട്ടത്തിനകത്ത് യോഹന്നാൻ മുട്ടുമടക്കുമ്പോൾ സ്വർഗം തുറന്നു കൊടുത്ത ദിവ്യ ദർശനം ആ വെളിപ്പാട് പുസ്തകം. അതിന്റെ പ്രത്യേകത 1 തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു, 2, 3 ആസിയയിലെ 7 സഭ, 4 സഭയുവിടില്ലേ, അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ, 5 പുസ്തകം തുറപ്പാൻ യോഗ്യനാര്, 6 കുഞ്ഞാട് മുദ്രകൾ പൊട്ടിക്കുന്നു, 7 മുതൽ 11 വരെ ഇസ്രായേലിന്റെ ന്യായവിധി, 12 ആൺകുട്ടി സിംഹാസനം, 13 പിശാചിന്റെ തൃത്വത്വം, 14 സിയോൻ മലയിലെ കുഞ്ഞാട്, 15ാമത്തത് വരുമ്പോൾ കുഞ്ഞാടിന്റെ വീണകൾ മീട്ടുന്ന ഒരു ശൃംഗം വിശുദ്ധർ, 16 7 കാക്കളം 7 കലശം ദൂതന്മാർ, 17 മഗതിയാം ബാബിലോൺ, 18 വ്യാപാര ബാബിലോൺ, 19 കുഞ്ഞാടിന്റെ കല്യാണം, 20 അന്തിമ യുദ്ധം വരുന്നു, 21 1000 ആണ്ട് വാഴ്ചയുടെ പ്രത്യാശ, 22 ഇതാ ഞാൻ വേഗം വരുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ ഇന്ന് രാത്രി വിശുദ്ധ തിരുവചനത്തിലേക്ക് മടങ്ങി വരാം. കണ്ടിന്യൂസ് വെളിപ്പാടായതുകൊണ്ട് ഓരോ ഭാഗങ്ങൾ പറയാം. യേശുക്രിസ്തുവിന്റെ ഒലിവുമല പ്രഭാഷം നിങ്ങൾക്ക് ഏവർക്കും അറിയാം. നാഥൻ ഒലിവുമലയിൽ തനിച്ചിരിക്കുന്നു. മത്തായി 24 3 4 5 അവൻ ഒലിവുമലയിൽ തനിച്ചിരിക്കുമ്പോൾ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ ചെന്ന്, ഗുരു അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ലോകത്തിന്റെ അവസാനത്തിനും അടയാളം, എൻഡ് ഓഫ് ദ വേ, സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ്. യേശു പറഞ്ഞ മറുപടി ഇത് മാത്രമാ, അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പി, അതിന്റെ കൊമ്പിളതാ ഇല തളിർക്കുമ്പോൾ വേനൽ. നിങ്ങളുടെ മാധ്യമങ്ങൾ മുഴുവൻ അത് കാണുന്നു. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരുവൻ അടുക്ക വാതിൽക്കലേക്ക് ഭരണത്തിന് വേണ്ടി വരുന്നു. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. ഇതിനെ ബേസ് ചെയ്തായിരിക്കും 5 പ്രഭാഷവും കർത്താവിന്റെ വരവും കാലിക പ്രസക്തി. വരവിന്റെ 4 ചാലുകൾ: 1 അതിയാകുന്ന ഇസ്രായേൽ, 2 അവൻ അടുക്ക വാതിൽക്കൽ ന്യൂ വേൾഡ് ഓർഡർ. അത് കഴിയുമ്പോൾ തന്നെ ആകാശവും ഭൂമിയും മാറും. ഏകലോക മതം ഇത് വരും. ഇതാ ഈ പ്രഭാഷണത്തിന്റെ മുഴുവൻ പ്രസക്തി. വിശുദ്ധ ബൈബിൾ ശ്രദ്ധയോട് 10 യുഗങ്ങൾ വിശുദ്ധ ബൈബിളിനകത്ത് 10 ഡിസ്പെൻസേഷൻസ് ഇലാമിനേറ്റഡ് അവർ ബൈബിൾ. 1 ദൂതന്മാരുടെ യുഗം, 2 നെൽക്കൽ ഭക്ഷ്യയുഗം, 3 മനസ്സാക്ഷി യുഗം, 4 ന്യായപ്രമാണ യുഗം, 5 സങ്കലന യുഗം. ഇന്ന് നാം ആയിരിക്കുന്നത് കൃപായുഗം. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ പാടാം, കൃപായുഗം തീരാറായി, കാന്തൻ വരാറായി. കൃപായുഗത്തിനകത്ത്
മൂന്ന് സംഭവം നടക്കും. ഒന്ന്, ദൈവസഭ എടുക്കപ്പെടും. ദ റാപ്ചർ ഓഫ് ദ ചർച്ച്. കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ രൂപാന്തരപ്പെട്ട് മനുഷ്യൻ നിത്യതയിലേക്ക് എടുക്കപ്പെടും. രണ്ട്, ഒരു അന്തിമ യുദ്ധത്തിന്റെ ചാലുകൾ ഇവിടെ വരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ 34 മാസമായി 33 മാസം കൊണ്ട് ഒരു യുദ്ധം നടക്കുന്നു. അതിന്റെ പേര് റഷ്യ ഉക്രൈൻ. ഇത് എവിടെ ചെല്ലുമെന്നറിയാമോ? എസെക്കിയേൽ 39:1-2. അല്ലയോ മനുഷ്യപുത്ര, നീ ഗോഗിനെ കുറിച്ച് വിളിച്ചു പറയേണ്ടത്, രോഷ്, മേശക്, ട്രൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗ്, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. 33 മാസമായി എമിറേറ്റുകാർ കണ്ടു. ഞാൻ നിന്നെ താടിയലിൽ ചൂണ്ടൽ കൊളുത്തി 6 രാജ്യങ്ങളിൽ കൂടി കടത്തും. താജിക്കിസ്ഥാനും കിർഗിസ്ഥാനും കസാക്കിസ്ഥാനും തുർക്ക്മെനിസ്ഥാനും അസർബൈജാൻ 6ാമത്തെ രാജ്യമായ ഉക്രൈനിൽ കൂടി കടത്തും. നിന്നെ ഞാൻ വഴിതെറ്റിക്കും, ഇസ്രായേൽ പർവ്വത നിരകളിലെത്തിക്കും. അതിന്റെ പേര് 3ാം ലോക മഹായുദ്ധം. അങ്ങനെയെങ്കിൽ ലോകം അവസാനിക്കത്തില്ല. ഈ യുദ്ധത്തിന് ശേഷം ഒരുവൻ ഭരണത്തിൽ വരും. അവന്റെ പേര് എതിർ ക്രിസ്തു. അതിനാസ്പദമായി കൃപായുഗം തീർന്നു കഴിഞ്ഞാൽ 4 യുഗങ്ങൾ വീണ്ടും. 1, ഉപദ്രവം. 2, മഹോപദ്രവം. 3, 1000 ആണ്ട് വാഴ്ച. 4, നിത്യ യുഗങ്ങൾ. ഇന്ന് രാത്രി കുഞ്ഞു വായിച്ചത് വെളിപ്പാട് പുസ്തകത്തിൽ ന്യായാസനങ്ങൾ തുറക്കുമ്പോൾ കണ്ട ഒരു കാഴ്ച. യേശുവിന്റെ സാക്ഷ്യവും വചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവർ. 2ാം ഭാഗം മൃഗം. 3, അതിന്റെ പ്രതിമ. 4, അതിന്റെ സംഖ്യ. അതിനോട് ജയിച്ചവരുടെ ആത്മാക്കൾ 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാണു. 1000 ആണ്ട് വാഴ്ചയിൽ ആരെത്തുമെന്ന് വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി ഇന്ന് രാത്രി ഏകലോക ഭരണത്തിലേക്ക് നാം യാത്ര ചെയ്യാം. അങ്ങനെ ബൈബിളിനകത്ത് ഒരു ഭാഗമുണ്ടോ, ഒരുവൻ ലോകം ഭരിക്കും. വെളിപ്പാട് 1, തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു. 2, 3, ആസിയിലെ 7 സഭ. 4 സഭ ഇവിടില്ല. 5 പുസ്തകം, 6 കുഞ്ഞാട് മുദ്രകൾ. 7 മുതൽ 11 വരെ ന്യായവിധി. 12 ആൺകുട്ടി സിംഹാസനത്തിൽ എടുക്കപ്പെടുന്നു. പുറകെ വരുന്നു ന്യൂ വേ, വേൾഡ് ഓർഡർ. ഒരുവന്റെ കയ്യിൽ ലോകം വരുമോ, ഒരു മൃഗം, അതിന്റെ പ്രതിമ, അതിന്റെ സംഖ്യയെല്ലാം കൂടി ഉലകത്തിൽ വരുന്നു. വായിക്കാം വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 1, 2 വാക്യങ്ങൾ. ഒരു ബൈബിൾ ക്ലാസ്സിൽ ഇരിക്കുന്നത് പോലെ അക്കമിട്ട് നോട്ട് ചെയ്ത് പോകണം. മുഴുവൻ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 1, 2 വാക്യങ്ങൾ. കുഞ്ഞു വായിച്ച് സഹായിച്ചാട്ടെ. അപ്പോൾ 10 കൊമ്പും. അപ്പോൾ നിങ്ങൾ ഇന്ന് രാത്രി ചോദിക്കും, ദൈവദാസനെ എപ്പോൾ? ആഫ്റ്റർ ദ 3rd വേൾഡ് വാർ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നാളെ നേരത്തെ തുടങ്ങും, പകല് നിങ്ങൾ വരണം. ഇത് കർത്താവിന്റെ വരവിൽ. ഇവിടെ ബൈബിൾ കോളേജുകൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് പോലെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ 10 കൊമ്പ്. ആരായി 10 കൊമ്പ്? 1991 കമ്മ്യൂണിസ്റ്റ് റഷ്യ തകരുമ്പോൾ ഒരുവൻ 2001 രംഗപ്രവേശം ചെയ്തു. ബൈലാറ്ററായിട്ട് എഴുതിയെടുക്കണം. ആ രംഗപ്രവേശം ചെയ്തത് ആ യൂറോപ്യൻ യൂണിയൻ. 29 രാഷ്ട്രങ്ങൾ ഇന്ന് യൂറോപ്പിനകത്ത് വോട്ടവകാശമുള്ള 12 രാജ്യങ്ങൾ. ബെൽജിയം, ഫ്രാൻസ്, ഇറ്റലി, ഈസ്റ്റ് ജർമ്മനി, ലംസംബർഗ്, നെതർലൻഡ്, പോർച്ചുഗൽ, സ്പെയിൻ, ഡെൻമാർക്ക്, ഗ്രീസ്, അയർലൻഡ്, ബ്രിട്ടൻ. ഈ 12 രാജ്യങ്ങളെ വോട്ടവകാശം. ഇന്ന് രാത്രി ഷാർജ വർഷിപ്പ് സെന്ററിൽ കൺവെൻഷൻ നടക്കുമ്പോൾ അതിൽ ഒരു രാജ്യം മാറി. അവന്റെ പേര് ഗ്രേറ്റ് ബ്രിട്ടൻ. അതിനുവേണ്ടി അവൻ 12-ൽ 1 പോയി. അതിന് ബ്രിട്ടനിൽ വന്ന പരിപാടിയായിരുന്നു ബ്രെക്സിറ്റ്. ഇന്ന് യൂറോപ്പിനകത്ത് അധികാരമുള്ളത് 11 രാജ്യങ്ങൾ. മാതാവേ പിതാവേ, ഒരു രാജ്യം കൂടെ പോയാൽ ഇവിടെ ഒരു ഭരണം വരാറായി, എതിർ ക്രിസ്തുവിന്റെ ഭരണം. എന്നാൽ അത് വരുന്നതിന് മുമ്പ് ചങ്കില ചോരയാൽ കടികൾ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുവാൻ കാന്തൻ മധ്യാകാശത്തിൽ വരും. വചന ആക്യുറേറ്റ് ക്ലിയർ. 10 കൊമ്പ്. അടുത്ത കുഞ്ഞു വായിക്കാം. 7 തല. വായിച്ചാട്ടെ. 7 തല. എവിടെ? നല്ല ശ്രദ്ധയോടെ ഇരിക്കുന്നത് വെളിപ്പാട് പുസ്തകം. ഇറ്റലിയിലെ ടൈബർ നദീതീരം 7 മലകളുണ്ട്. ക്യാപിറ്റോളിയൻ, പാലിറ്റേലിയൻ, അവന്റേൻ, കൊറിയൻ, ബിമിലൻ, എസ്കലൻ, ജാനിക്കുലൻ. പുറകെ ഞാൻ പറഞ്ഞുതരാം. അടുത്ത വാക്ക് കൊമ്പുകളിൽ. വായിച്ചാട്ട് മക്കളെ. 10 രാജമുടി. ഒരു ഭരണം വരും. യൂറോപ്പിനോട് 10 രാജ്യങ്ങൾ ചേരും. സഖാവ് പിണറായി വിജയൻ ഒറ്റയ്ക്കല്ല കേരളത്തിൽ ഭരിക്കുന്ന. രാജീവ് ഉണ്ട്, വീണ ജോർജ് ഉണ്ട്, അത് കഴിഞ്ഞ് KN ബാലഗോപാലുണ്ട്, ഗണേഷ് കുമാർ ഉണ്ട്. അതുപോലെ 10 രാജ്യങ്ങൾ അമേരിക്കയെ വിട്ട് യൂറോപ്പിനോട് ചേരും. അതിനാസ്പദമായി കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടു, എല്ലാവരും എമിറേറ്റ്സിലുള്ളവർ പത്രം വായിക്കുന്നവരാ. കഴിഞ്ഞ ദിവസം റഷ്യയിൽ ഒരു ബ്രിക്സ് ഉച്ചകോടി ഉണ്ടായിരുന്നു. ആ ഉച്ചകോടിക്കകത്ത് ചൈനക്കാരനും കൊറിയക്കാരനും റഷ്യക്കാരനും പറഞ്ഞൊരു കാര്യമുണ്ട്. കുഞ്ഞെ, ഒരേക ലോക ഭരണം വന്നാൽ നന്നായിരിക്കും. എണ്ണ വില ഡോളറിൽ നിന്ന് മാറണമെങ്കിൽ ഈ 10 രാജ്യങ്ങൾ ആരൊക്കെ യൂറോപ്പിനോട് ചേരുന്നറിയത്തില്ല. 10 രാജമുടിയായി അവർ മടങ്ങി വരും. അതാ കഴിഞ്ഞ ബ്രിക്സ് ഉച്ചകോടി 2 ആഴ്ച മുൻപ് എവിടെ നടന്നു? റഷ്യയിൽ. അടുത്ത വാക്ക് വായിച്ചട്ടെ. തലയിൽ ദൂഷണനാമങ്ങളുള്ളൊരു മൃഗം. എതിർ ക്രിസ്തു, തുമ്പുകെട്ട ഇടയൻ, നാശയോഗ്യൻ, വരുവാനിരിക്കുന്ന പ്രഭു, അധർമ്മത്തിന്റെ മർമ്മം. അങ്ങനെ ഒരു മൃഗം. അടുത്ത വാക്ക്. സമുദ്രത്തിൽ നിന്ന് കയറുന്നു. ജനത്തിന്റെ ഇടയിൽ നിന്ന് അവൻ കയറുന്നു. സമുദ്രത്തിൽ നിന്ന് ഞാൻ കയറുന്നത് കണ്ടു. ഏകലോക ഭരണം. അടുത്ത വാക്ക്. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുള്ളിക്ക് സദൃശ്യവും. ഗ്രീസിലെ ഒറ്റക്കൊമ്പൻ അലക്സാണ്ടറിന്റെ സന്നിധിയിൽ നിന്ന് എഴുന്നേൽക്കും. അതാ ഗ്രീസിലെ ഒറ്റക്കൊമ്പൻ അലക്സാണ്ടർ. ഗ്രീസ് അതാ പുള്ളിപ്പുലി. അടുത്തത്. അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെ.
അതിന്റെ കാൽ കരടിക്കാൽ, അതാ ദാര്യാവേശും കോരശും അഥവാ ഇറാൻ സാമ്രാജ്യം. പഴയ വാക്ക്. അടുത്ത വാക്ക് വായ് സിംഹത്തിന്റെ വായ് പോലെയും അത് സിംഹത്തിന്റെ വായ് പോലെയും. സിംഹത്തിന്റെ വായ ഇന്നത്തെ ഇറാഖ് സിംഹമുഖം. അതിന് വായിച്ചാട്ട് മഹാസർപ്പം, അതിന് മഹാസർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. ന്യൂ വേൾഡ് ഓർഡർ. ഒരുവൻ ഭരണത്തിൽ വരണം. കഴിഞ്ഞ വർഷം ഇന്ത്യയുടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ത്യയിൽ ഒരു കോൺഫറൻസ് നടന്നുകൊണ്ടിരിക്കുക, വേൾഡ് ലീഡേഴ്സിന്റെ. അന്നവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ലോകം ഒരുവന്റെ കയ്യിൽ ഭരണത്തിൽ കൊടുത്താൽ നല്ലതായിരിക്കും. G20 സബ്മിറ്റ് 2023 അറ്റ് ന്യൂഡൽഹി. മോഡി സാർ പറഞ്ഞത് ഇവിടെ അബുദാബി പറഞ്ഞത് പുറകെ പറഞ്ഞുതരാം. ലോകം ഒരുവൻ ഭരിക്കണം. അങ്ങനെയെങ്കിൽ ഈ മൃഗത്തെ ആര് കാണും? ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ, മറ്റ് സഭയിലെ ദൈവദാസന്മാർ അക്കമിട്ട് വെളിപ്പാടിനകത്തുണ്ട്. ഈ മൃഗത്തെ ആര് കാണും? വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം 8-9 വാക്യങ്ങൾ. യോഹന്നാനോട് സ്വർഗം സംസാരിക്കുന്നു. വായിച്ചാട്ട് കുഞ്ഞ്, വെളിപ്പാട് പുസ്തകം 17-8-9 വാക്യങ്ങൾ. നീ കണ്ട മൃഗം. വായിച്ചാട്ടെ. നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും ഇപ്പോൾ ജനാധിപത്യ ഭരണം വരുന്നു. അടുത്തത് വായിച്ചാട്ടെ. ഇനി അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുവാനിരിക്കുന്നതും ആകുന്നു. അടുത്ത വാക്ക് ഉണ്ടായിരുന്നതും. അടുത്തത് ഇല്ലാത്തതും വരുവാനുള്ളതുമായ മൃഗത്തെ. ഈ വാക്ക് വചനം ഏറ്റെടുക്കുന്നവർ ക്ലിയർ കട്ട് എഴുതിക്കോണം. അടുത്ത വായിച്ചാട്ട് മക്കളെ. ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേരെഴുതാതിരിക്കുന്ന ഭൂവാസികൾ കണ്ട് അതിശയിക്കും. അങ്ങനെയെങ്കിൽ ജീവപുസ്തകത്തിൽ പേരെഴുതിയവർ എവിടെ പോകും? കാന്തന്റെ വരവിലെടുക്കപ്പെടും. അതിനുവേണ്ടിയായി കൺവെൻഷൻ. അടുത്ത വാക്ക് ഇവിടെ ജ്ഞാനം കൊണ്ടാരംഭം. സ്ത്രീ ഇരിക്കുന്ന തല 7 മല. വെളിപ്പാടിൽ 7 മലയെങ്കിൽ അത് വരുമ്പോൾ അതാ ക്യാപിറ്റോളിൻ, പാലിറ്റേനിയൻ, അവന്റെൻ, കൊറിയൻ, വിമിനൽ, എസ്കലൻ, ജാനിക്കുലൻ. അങ്ങനെയെങ്കിൽ ലോകം ഒരുവൻ ഭരിക്കണമോ? വിശുദ്ധ ബൈബിളിനകത്ത് 2 പ്രവചനങ്ങൾ മേജറാ. പുതിയ നിയമത്തിലെ ഏക രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥമോ വെളിപ്പാട് പുസ്തകം. പഴയ നിയമത്തിലെ 27 ദാനിയേൽ പ്രവചനം. ദാനിയേൽ പ്രവചനം 8-നകത്ത് ഇന്നത്തെ ഭരണം ഇവിടെ വീഴുമ്പോൾ ഒരുവൻ ഭരിക്കുവാൻ എഴുന്നേറ്റ് വരും. ദാനിയേൽ പ്രവചനം ക്ലിയർ കട്ട് വചനം എഴുതിക്കോളും. ദാനിയേൽ പ്രവചനം 8-ാം അധ്യായം 23, 24, 25 വാക്യങ്ങൾ. ദാനിയേൽ പ്രവചനം 8-ാം അധ്യായം 23, 24, 25 വാക്യങ്ങൾ. ഒരുവൻ ഭരണത്തിൽ വരുമോ? മൃഗം വരുമോ? പ്രതിമ വരുമോ? മുദ്ര വരുമോ? വായിച്ചിട്ട് കുഞ്ഞ് ദാനിയേൽ പ്രവചനം 8. എന്നാൽ അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്ത്, ഇന്നത്തെ ഭരണാധികാരികളുടെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായബുദ്ധിയുമുള്ളവര് രാജാവ് എഴുന്നേൽക്കും. അടുത്തത് അവന്റെ അധികാരം വലുതായിരിക്കും. അതാ ഏക ലോക ഭരണം. ഒരിക്കൽ കൂടി ആ ഡിസ്പ്ലേയിൽ കുഞ്ഞുങ്ങൾ കാണിക്കും. ദാണ്ട് ഏക ലോക ഭരണം വാതിൽക്കലെത്തി. അതാ ഇന്നത്തെ അമേരിക്കയുടെ തെരഞ്ഞെടുപ്പ്. അതെല്ലാം പുറകെ പറഞ്ഞു തരാം. ന്യൂ വേൾഡ്. അടുത്ത വാക്ക് വായിച്ചാട്ടെ. സ്വന്തം ശക്തിയാലല്ല, അവൻ അതിശയമാവണ്ണം നാശം പ്രവർത്തിക്കും. അടുത്തത് കൃതാർത്ഥനായി അത് അനുഷ്ഠിക്കുകയും വിശുദ്ധ ജനത്തെയും നശിപ്പിക്കുകയും. അങ്ങനെ ഒരു ഭരണാധികാരി വരുന്ന അതായി എമിറേറ്റ്സ് കാണുന്നത്. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ലോകത്തിന്റെ അവസാനത്തിനും അടയാളം. യേശു പറഞ്ഞ അത്തിയെ നോക്കി ഒരു മമ പഠിപ്പീൻ, അതിന്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തെങ്കിൽ അവൻ അടുക്ക വാതിൽക്കൽ. അങ്ങനെയെങ്കിൽ അവൻ അടുക്ക വാതിൽക്കെങ്കിൽ ഒരുവൻ എങ്ങനെ ലോകം ഭരിക്കും? ആ യുഗത്തിലേക്ക് നമ്മുടെ കാര്യങ്ങൾ കടക്കാം. ഒരുവൻ എങ്ങനെ ലോകത്തിലേക്ക് ഭരിക്കും? 4 കാര്യങ്ങൾ പറയുമ്പോൾ ഇടവേളയിലേക്ക് പോകും. പിന്നെ 15 മിനിറ്റ് മതി. ബാക്കി നാളെ. ഒരുവൻ എങ്ങനെ ലോകം ഭരിക്കും? ലോകം പഠിക്കുന്ന കുഞ്ഞുങ്ങൾ 190-ൽ പരം രാഷ്ട്രങ്ങൾ, 70-ൽ പരം റിപ്പബ്ലിക്കുകൾ, 260-ൽ പരം രാഷ്ട്രങ്ങളാ ലോകം. ഇന്നത്തെ ലോക ജനസംഖ്യ 850 കോടി, 6000 ഭാഷ സംസാരിക്കുന്ന ലോക മനുഷ്യർ. ഇങ്ങനെ എല്ലാവരെയും ചേർത്ത് ഒരുവൻ ഭരിക്കണമെങ്കിൽ ഒരു സംഭവം ഇവിടെ വരണം. അതിന്റെ പേര് ഒരു വലയിൽ മനുഷ്യനെ കൊണ്ടുവരുത്തണം. കോഴഞ്ചേരിക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ സിസിലി ചേച്ചി കിണറ്റിയിടുന്ന വലയല്ല, ആ വലയുടെ പേര് ഇന്റർനെറ്റ്. കരമുയർത്തുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഉലകം മുഴുവൻ ഒരുവന്റെ കയ്യിൽ കൊണ്ടുവരണമെങ്കിൽ ഇവിടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് വരണം. ഇനി കടക്കാൻ പോകുന്ന ശ്രദ്ധയോടെ ഇരിക്കണം. 1945 മുതൽ ഈ കമ്പ്യൂട്ടറിന്റെ നെറ്റ്വർക്കിലേക്ക് 1945-ൽ ഒന്നാമത്തെ കമ്പ്യൂട്ടറിന്റെ പതിപ്പ് പെന്റിയം 1 അമേരിക്കയിലെ ഫിലാഡൽഫിയ.
1961 രണ്ടാമത്തെ പതിപ്പ് വന്നു, അതും ഫിലാഡൽഫിയ. 1971 മൂന്നാമത്തെ പതിപ്പ് വന്നു, അതും അമേരിക്ക. 1987 എമിറേറ്റിൽ അടക്കം തൂക്കിയിട്ടു പെന്റിയം 4 അഥവാ പെൻ ഡ്രൈവ് പോലെ ഡിസ്ക് ഡ്രൈവ് കൊടുത്ത് ട്രെയിനും പ്ലെയിനും ബുക്ക് ചെയ്യാവുന്ന കാലം അതെല്ലാം മാറി മറിഞ്ഞു. ഇന്നിവിടെ 5G വന്നു, ലോകം വിരൽത്തുമ്പിനകത്ത്. അങ്ങനെയെങ്കിൽ കമ്പ്യൂട്ടർ എങ്ങനെ ബൈബിളിനകത്ത്? ഇന്ന് നിങ്ങളുടെ ആധുനിക മീഡിയ മുഴുവൻ ഉപയോഗിക്കുന്നത് നിങ്ങൾ. അതിന്റെ പ്രത്യേകത എന്താ? ഫേസ്ബുക്ക് ആകട്ടെ, ട്വിറ്റർ ആകട്ടെ, യൂട്യൂബ് ആകട്ടെ, ഏതാകട്ടെ, ബോട്ടിം ആകട്ടെ, നിങ്ങളുടെ ഏത് സിസ്റ്റം ചെയ്താലും നിങ്ങൾ മേടിക്കുമ്പോൾ അതിനകത്ത് ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അതുകൊണ്ട് എല്ലാത്തിലും എഴുതി വെച്ചിരിക്കുന്നത് www വേൾഡ് വൈഡ് വെബ്സൈറ്റ്. അതാ 666 ലോകം വരുന്നു. എന്താ കമ്പ്യൂട്ടർ ഇസിക്കൽ ടു 666? പറഞ്ഞു തരാം. കമ്പ്യൂട്ടറിന്റെ പ്രത്യേകത എന്താ? COMPUTER. നമ്മുടെ മലയാള അക്ഷരത്തിൽ 23ാമത്തെ അക്ഷരമാ ഏതാണെന്നറിയാമോ? W. പക്ഷേ യഹൂദന്റെ അക്ഷരമാലയിൽ 6ാമത്തെ അക്ഷരമാ W. 119ാമത് സങ്കീർത്തനം വരുമ്പോൾ അതിനകത്ത് ആലിഫ് ദാലത്ത്, അത് കഴിഞ്ഞ് 6ന്റെ മേളിൽ എഴുതിയിട്ടുണ്ട് വാവ് യൂദ് ഹേ വൗ ഹേ. അങ്ങനെയെങ്കിൽ കമ്പ്യൂട്ടർ ഈസിക്കൽ ടു 666. ഇവിടെ നല്ല സോഫ്റ്റ്വെയർ കുഞ്ഞുങ്ങളുമെല്ലാം കാണും. നിങ്ങൾക്ക് പഠിക്കുവാൻ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ഓരോ അക്ഷരത്തിന്റെ വില കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാക്കണം. C18, O90, M78, P96, U120, T126, E30, R108 സമം 666. ഏകലോക ഭരണത്തിന്റെ പിൻപിൽ വരാൻ പോകുന്നത് ഈ അന്തിമ മുദ്രയും കമ്പ്യൂട്ടർ. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇതെല്ലാം ഡിസ്പ്ലേയിലാ കുഞ്ഞു കൊടുക്കും. 666 ലോകം വരുന്നു. അങ്ങനെയെങ്കിൽ ഒരു ഏകലോക ഭരണം വരണമെങ്കിൽ, ഒരുവൻ വാതിൽക്കൽ വരണമെങ്കിൽ കമ്പ്യൂട്ടറിന്റെ നെറ്റ്വർക്കിലേക്ക് ഉലകം പോകുന്നു. അതിനാസ്പദമായി വിശുദ്ധ ബൈബിളിനകത്ത് വെളിപ്പാട് പുസ്തകത്തിനകത്ത് 5W പ്രതിപാദിക്കുന്നുണ്ട് ഒരേകലോക ഭരണത്തിൽ. അതിൽ 5W പറയുമ്പോൾ നാം ഇടവേളയിലേക്ക് പോകും. ഇന്നിവിടെ 4Gയും 5G ആയെങ്കിൽ 9Gയോട് കൂടി ലോകം അസ്തമിക്കും. അത് ശനിയാഴ്ച രാത്രി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതിന്റെ പ്രത്യേകത എന്താണെന്ന്. ഇന്ന് രാത്രി നിങ്ങളോട് പറയാം. കമ്പ്യൂട്ടർ റിലേറ്റഡ് ടു ബൈബിൾ, ആന്റി ക്രൈസ്റ്റ് ഈസ് റിലേറ്റഡ് ടു 666. അവർ ബൈബിൾ ഈസ് കൺസിഡറിംഗ് Revelation chapter 13 ഇമേഴ്സ് 5W വരാൻ പോകുന്ന ഭരണം. വെളിപ്പാട് 13ാം അധ്യായം അതിന്റെ 3, 4, 5, 6, 7 വാക്യങ്ങൾ. കമ്പ്യൂട്ടർ റിലേറ്റഡ് ബൈബിൾ വരുന്നു. WW കുഞ്ഞു വായിച്ച് സഹായിക്കണം. വെളിപ്പാട് പുസ്തകം 13ാം അധ്യായം 3, 4, 5, 6, 7 വാക്യങ്ങൾ വായിക്കാം. അതിന്റെ തലകളിൽ ഒന്ന് മരണകരമായ മുറിവേറ്റതുപോലെ. മുറിവ്, അതിന്റെ ഇംഗ്ലീഷ് വൂണ്ടഡ് അഥവാ മുറിവേറ്റ സമൂഹത്തിൽ നിന്ന് എതിർ ക്രിസ്തു എഴുന്നേറ്റ് വരുന്നത്. അടുത്തത് 2ാമത്തെ ഭാഗം. അതിന്റെ മരണകരമായ മുറിവ് പുറത്തുപോയി. ഇന്നത്തെ പ്രശ്നങ്ങളെല്ലാം ഇതൊരു അന്തിമ യുദ്ധത്തിലേക്ക് പോകത്തില്ല. ഇതെല്ലാം ഒരു ഇന്തിഫാദ വരാൻ പോവാ ഡിസംബറിൽ. അതാ ട്രംപ് വരുന്നത്. ഇതിന്റെ നടുവില എതിർ ക്രിസ്തുവിന്റെ ദിവസങ്ങൾ എണ്ണി വരുന്നത്. അടുത്ത വാക്ക് വായിക്കാം. സർവ്വഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിച്ചു. 2ാമത്തെ അതിശയമാ. അതിന്റെ ഇംഗ്ലീഷ് വണ്ടർഫുൾ. കമ്പ്യൂട്ടർ റിലേറ്റഡ് ടു WW. നമ്പർ 1 വോണ്ട്, നമ്പർ 2 വണ്ടർഫുൾ. അടുത്ത വാക്ക് വായിച്ചിട്ട് മൃഗത്തിന് അധികാരം കൊടുത്തത് കൊണ്ട് അവർ മഹാസർപ്പത്തെ നമസ്കരിച്ചു. നമസ്കാരത്തിന്റെ ഇംഗ്ലീഷ് വർഷിപ്പ്. 3W ആയോ എതിർ ക്രിസ്തുവിന്റെ വോണ്ട്, വണ്ടർഫുൾ, വർഷിപ്പ്. അടുത്ത വാക്ക് മൃഗത്തോട് തുല്യനാർ. അടുത്ത വാക്ക് അതിനോട് പൊരുതുവാൻ ആർക്ക് കഴിയുമെന്ന്. മൃഗത്തോട് പൊരുതുവാൻ ആർക്ക് കഴിയും? അടുത്ത വാക്ക് മൃഗത്തെയും നമസ്കരിച്ചു. അടുത്ത 4ാമത്തെ W വായിച്ചാട്ട് വമ്പും വായിക്കാം. ദൂഷണവും സംസാരിക്കുന്ന വായ് അതിന് ലഭിച്ചു. ഇന്ന് രാത്രിയുടെ വേള കഴിയുമ്പോൾ അത് പറയുമ്പോൾ അവസാനിക്കും. ദ വേർഡ്, അവന്റെ ശബ്ദം ഉലകം കേൾക്കും. അതല്ല നമ്മുടെ വാക്ക്. 4W കുഞ്ഞു വായിച്ചു. 1 വോണ്ട്, 2 വണ്ടർഫുൾ, 3 വർഷിപ്പ്, ദ ഫോർത്ത് വൺ വേർഡ്. അടുത്ത വാക്ക്. അടുത്തത് നമ്മുടെ പ്രസംഗം ഇടവേളയിലേക്ക് വായിക്കാം. 42 മാസം പ്രവർത്തിപ്പാൻ ദൈവസഭ എടുക്കപ്പെട്ടാൽ 42 മാസം പ്രവർത്തിക്കുവാൻ അധികാരവും ലഭിച്ചു. 3.5 വർഷം. അടുത്ത വാക്ക് വിശുദ്ധൻ. അത് ദൈവത്തിന്റെ നാമത്തെയും പിശാച് ദൈവത്തിന്റെ നാമത്തെയും അവന്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദുഷിപ്പാൻ ദൈവദൂഷണത്തിനായി വായ് തുറന്നു. കണ്ടോ? സാത്താൻ ബോഷ്കും അവന്റെ അപ്പൻ. 5ാമത്തെ W വായിക്കാം. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത്. അപ്പൊ യുദ്ധത്തിന്റെ ഇംഗ്ലീഷ് എമിറേറ്റ്സിൽ ആര് പറയും? സന്തോഷമില്ലല്ലോ, വളരെ സന്തോഷമില്ല. നിങ്ങൾ വിചാരിച്ച് കാനാവിലെ കല്യാണം പ്രസംഗിക്കുന്ന 5 പ്രസംഗവും വെളിപ്പാട് പുസ്തകം. സ്വോത്രം. അതുകൊണ്ട് വിഷമിക്കേ വേണ്ട. അങ്ങനെയെങ്കിൽ വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് ജയിപ്പാൻ അതിന് അധികാരം ലഭിച്ചു. എവിടൊക്കെ അധികാരം ലഭിച്ചു?
പറ, വായിച്ചാട്ട് മക്കളെ. സകല ഗോത്രത്തിന്മേലും ഇതാ നമ്മുടെ പ്രസംഗം. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരവും ലഭിച്ചു. വചനം മനസ്സിലാകുന്നവർക്കായി സകല ഗോത്രത്തിന്മേലും ഭാഷമേലും ജാതിമേലും 2009 കർത്താവിന്റെ വരവ്. എല്ലാവരും നോക്കിക്കോണേ. സകല ഗോത്രത്തിന്മേലും ഭാഷമേലും ജാതിമേലും അവൻ അധികാരം ലഭിച്ചു. 2009 ഒരു മതം എഴുന്നേറ്റ് വരുന്നു. കണ്ടു, ഒരു മതത്തെ വിമർശിക്കത്തില്ല. കുഞ്ഞുങ്ങൾ ഡിസ്പ്ലേ എടുത്തോണം. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഇറാഖിനകത്ത് വന്നു കരം കൊടുക്കുന്ന കാഴ്ച. ന്യൂ വേ വേൾഡ് റിലീജിയൻ. 3 സംഭവം പറയുമ്പോൾ ഞാൻ ഇടവേളയിലേക്ക് പോകും. ഇതാ കിടക്കുന്നു. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ മാതാ അമൃതാനന്ദമയുമായിട്ട് കരം കൊടുക്കുന്നു. രണ്ടാമത്തെ സംഭവം 2009 കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ തുർക്കിക്കകത്ത് മസ്ജിദിനകത്ത് നിൽക്കുന്നു. അത് കഴിഞ്ഞ് 4 ശിവഗിരി മഠാധിപതി വത്തിക്കാനകത്ത് ന്യൂ വേ വേൾഡ് റിലീജിയൻ. അടുത്തത് 5ാമത്തെ സംഭവം സിറിൽ മാർ ബസേലിയോസ് അടുത്ത മെത്രാപ്പോലീത്തയുമായി അഭിമുഖം കൊടുക്കുന്നു, വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുവാൻ. അടുത്തത് ഇവിടെ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ എമിറേറ്റിനകത്ത് വന്നു. നിങ്ങൾ കണ്ടല്ലോ. ഇന്ന് രാത്രി രാജകീയ ഊഷ്മളം. ഇന്ന് രാത്രി സകല പത്രങ്ങൾ ലോകത്തിൽ കൊടുത്തിട്ടുണ്ട്. ഒരു കുടക്കീഴിനകത്ത് 3 ആലയങ്ങൾ. അതിന്റെ പ്രത്യേകത എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇത് എതിർ ക്രിസ്തുവിന്റെ വരവിന്റെ മുൻപോടിയെങ്കിൽ താമസം വിന ഇസ്രയേലിന് വേണ്ടി ഒരാലയം പണിയുവാൻ വഴിത്താരകൾ ഒരുങ്ങുന്നു. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, 2 ആലയം ഭൂമിക്കകത്ത് കാണത്തില്ല. അവിടെ ഒരാലയം ഉയരുന്നതിന് മുമ്പ് എമിറേറ്റ്സിൽ ഒരു സംഭവം നടക്കും. സഭയാകുന്ന മണവാട്ടി കാന്തന്റെ വരവിലെടുക്കപ്പെടും. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ ഒരിക്കൽ കൂടി ദൈവദാസനാകുന്ന ഞാൻ, കാലം സമീപം, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങുക. നാഥന്റെ വരവിന്റെ ചിലമ്പുലികൾ മുഴങ്ങാൻ കാലമായി. ദാണ്ടെ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ കണ്ടു, മോഡി സാറുമായി കരം കൊടുക്കുന്നു. എത്ര നല്ല കാലം! പ്രിയ മോഡി സാർ പറഞ്ഞിരിക്കുന്നത് അങ്ങ് യഥാർത്ഥ പിതാവാണ്. എത്ര ക്ലിയർ ആയി കഴിഞ്ഞു. അടുത്ത സംഭവം നിങ്ങൾക്ക് പറഞ്ഞു തരാം. കഴിഞ്ഞ ദിവസം സംഭവം ഒരു പത്രത്തിൽ ഒരേ ദിവസം വന്ന് നിങ്ങളുടെ എമിറേറ്റിൽ ഇറങ്ങിയ മനോരമയിൽ കാണും. ദാ കിടക്കുന്നു. ഒന്ന് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഇന്തോനേഷ്യ 27 ക്രോഡ്സ് മറ്റൊരു മതം. അതിനോടനുബന്ധിച്ച് വേൾഡ് ഒരിടത്ത് ഇസ്രായേൽ ഹമാസ്. ദാ കിടക്കുന്നു. റഷ്യ ഉക്രൈൻ വേൾഡിൽ നടക്കുമ്പോൾ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഇന്തോനേഷ്യയിൽ വരെ എത്തിയെങ്കിൽ ഒരേക ലോക മതം. ദാ കിടക്കുന്നു. മത ഏകീകരണത്തിനായി ലോക നേതാക്കൾ ഒരുമിക്കുന്നു. ന്യൂ വേൾഡ് റിലീജിയൻ. ഇന്ന് രാത്രി വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുവാൻ സകല ഗോത്രത്തിന്മേലും ഭാഷമേലും ജാതിമേലും അവൻ അധികാരം. അതിനോടനുബന്ധിച്ച് 2ാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. 2009 മുതൽ ജനം ഇളകുന്നു. എവിടെ തുടങ്ങിയെന്ന് അറിയാമോ? ചൈനയിലെ ടിയാമൻ സ്ക്വയർ, അത് കഴിഞ്ഞ് അമേരിക്കയിലെ വാൾ സ്ട്രീറ്റ്, ഡൽഹിയിൽ തുടങ്ങി രാംലീല മൈതാനം, സകല സ്ഥലത്തും ജനം ഇളകുന്നു. അതിനവസാനമായി നിങ്ങൾ കണ്ടൊരു കാര്യമോ? ഡൽഹിയിലെ കർഷക സമരം, ആയിരങ്ങൾ റോഡിനകത്തിറങ്ങി. 3ാമത്തെ സംഭവം 2009 മുതൽ ഭരണകൂടം തകരുന്നു. അതിനിവിടെ പലരും ഓമന പേര് വിളിച്ച് അറബ് വസന്തം, നാട്ടുമാങ്ങ വീഴുന്നത് പോലെ കണ്ടു. ആഫ്രിക്കയുടെ വടക്കേറ്റം ടുണീഷ്യ ഭരണകൂടം തകർന്നു. അതിനുശേഷം അൾജീരിയ, അതിനുശേഷം സിറിയ, അതിനുശേഷം ജോർദാനിലെ ഹുസൈൻ രാജാവ്, അതിനുശേഷം ലിബിയയിലെ കേണൽ ഗദ്ദാഫി, അതിനുശേഷം യമൻ. അതിന്റെ അവസാന കണ്ണിയായി കഴിഞ്ഞ ദിവസത്തെ ബംഗ്ലാദേശിനകത്ത് നിങ്ങളുടെ പത്രവാർത്ത ഭരണകൂടം തകർന്നെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുക. സകല ഗോത്രത്തിന്മേലും ഭാഷമേലും ജാതിമേലും അവൻ അധികാരം ലഭിച്ചെങ്കിൽ ഇതെല്ലാം കാണുമ്പോൾ നമ്മുടെ ബൈബിളിന്റെ അകത്ത് പ്രത്യാശയുടെ വാക്യം ഓർക്കുന്നു. ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെ ഇളക്ക്, ഞാൻ ഭൂമിയെ ഇളക്ക്, ഞാൻ കരയെ ഇളക്ക്, ഞാൻ കടലിനെ ഇളക്ക്, സകല ജാതികളെയും ഇളക്ക്. അതിന്റെ നടുവിൽ പറയണം, സകല ജാതികളുടെ മനോഹര വസ്തു വരാറായി. കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി. ആരെങ്കിലും എന്ന് കേൾക്കുന്നെങ്കിൽ യേശുക്രിസ്തു പെന്തക്കോസ്തിന്റെ ദൈവമല്ല, CSIയുടെ ദൈവമല്ല, മർത്തോമയുടെ ദൈവമല്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തെങ്കിൽ കൺവെൻഷൻ കൂട്ടങ്ങളുടെ ആദ്യ രാത്രി പുണ്യ സ്ഥലങ്ങൾ തേടണ്ട, സ്വോത്ര കാഴ്ചകൾ നടത്തണ്ട, ഉരുളലുകൾ കൊടുക്കണ്ട. എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ ഒരു കുഞ്ഞാട് പരമയാഗമായെങ്കിൽ അവന്റെ ചകില ചോരയാൽ എന്നെ ഒന്ന് കഴുകണമെന്ന് ഇന്ന് രാത്രി ആര് കരമുയർത്ത് നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ആത്മാവ് സഭകളോട് പറയുന്നത് ഈ രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇനി ഒരു 10 മിനിറ്റ് കൂടെ മതി. നൗ വി ആർ ഗോയിങ് എ ഷോർട്ട് ബ്രേക്ക്. അതിന്റെ പ്രത്യേകത ഇപ്പോഴത്തെ സമയം എന്താണെന്നറിയോ? സ്തോത്ര
അങ്ങനെയെങ്കിൽ രണ്ട് കാര്യം കൂടെ പറയാം. അങ്ങനെയെങ്കിൽ സകല ഗോത്രത്തിന്മേലും ഭാഷമേലും അവൻ അധികാരം ലഭിച്ചെങ്കിൽ എന്ന് രാത്രി എതിർ ക്രിസ്തു എവിടെ നിന്ന് വരും? രണ്ട് ബേസിക് സയൻസ് കൂടെ പറയുമ്പോൾ അവസാനിക്കും വാക്യം. ആരാ എതിർ ക്രിസ്തു? ആരാ ആദ്യം വരുന്നത്? കുഞ്ഞു വായിച്ച് സഹായിച്ചാട്ട്, ബൈബിൾ ഉള്ളവരെല്ലാം ശ്രദ്ധിച്ചാട്ട്. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം 10-ാമത്തെ വാക്യം. ആരാണ് എതിർ ക്രിസ്തു? ആരാദ്യം വരും? ഇന്ന് പെന്തക്കോസ്തിനകത്ത് പാസ്റ്റർമാരെ ഒരു ചർച്ചയുണ്ട്. ആന്റി ക്രൈസ്റ്റ് വരുമോ, യേശു വരുമോ? വായിച്ചാട്ട് കുഞ്ഞ്, വായിച്ചാട്ട്. അവകാശമുള്ളവൻ വരുവോളം, അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ഡ് അവന്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകയില്ല. ഇന്ന് രാത്രി വചനം കേൾക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നെമറേഴ്സിലെ പെന്തിക്കോസ് ദൈവദാസന്മാരും ദൈവമക്കൾ ഇവിടെ ഇരിക്കുന്നത്, അന്തിക്രിസ്തു അവന്റെ അമ്മായിയപ്പനുമല്ല ആദ്യം വരുന്നത്. ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കാൻ യേശു വരും. പിന്നെ ആന്റി ക്രൈസ്റ്റ് ആരാ? ചിലർ പറയുന്നത് മോഡിയാന്ന്, ചിലർ പറയുന്നത് ബരാക് ഒബാമയാന്ന്. അതിന്റെ ഇടയ്ക്ക് ചില അമ്മച്ചിമാര് കുഞ്ഞുങ്ങളോട് പറയുന്നത് കൊറിയയില കിങ് ജോങ് ആന്ന്. ഇവരാരുമല്ല, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനുമല്ല. ആന്റി ക്രൈസ്റ്റ് ആരംഭം. ഉൽപ്പത്തി പുസ്തകം വരുമ്പോൾ നോഗയുടെ തലമുറയെ പറ്റി സ്വർഗം പറയുമ്പോൾ ഇങ്ങനൊരു കാര്യമുണ്ട്. അവന്റെ രാജ്യത്തിന്റെ ആരംഭം ഷീനാർ ദേശത്തുനിന്ന് ബാബേൽ, ഏറെ അക്കാദ്, കൽനെ. അങ്ങനെയെങ്കിൽ അശൂരിൽ നിന്ന് സിറിയയിൽ നിന്ന് എതിർ ക്രിസ്തു വരുന്നത്. വായിക്കുമ്പോൾ ഉൽപ്പത്തി 49:17 കറക്റ്റ് ആയിരിക്കണം. ആന്റി ക്രൈസ്റ്റ് ട്രംപും അല്ല, ബരാക് ഒബാമയല്ല, പിണറായി വിജയനുമല്ല. ആന്റി ക്രൈസ്റ്റ് ഉൽപ്പത്തി 49:17 വായിച്ചാട്ടെ. വഴിയിലൊരു പാമ്പും പാതയിലൊരു സർപ്പവുമാകുന്നു. വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ ദാൻ ഗോത്രം കാണാനില്ല. അതുകൊണ്ട് അന്തിക്രിസ്തു ട്രംപും അല്ല, ഒബാമയല്ല, പിണറായി വിജയനും അല്ല. ദാൻ വഴിയിലൊരു പാമ്പും പാതയിൽ ഒരു സർപ്പവുമാകുന്നു. അപ്പൊ ആദ്യം വരുന്നത് അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ഡ് അവന്റെ കാലുകളുടെ ഇടയിൽ നിന്ന് നീങ്ങിപ്പോകത്തില്ല. രണ്ട് ബേസ് സയൻസ് കൂടെ പറയുമ്പോൾ ഈ രാത്രി അവസാനിക്കും. ദാനിയേൽ പ്രവചനം. വരുന്നവൻ ഉലകത്തെ കാണും. അതായി നെമറേറ്റിൽ HD ക്ലൗഡ്. അങ്ങനെയെങ്കിൽ സുന്ദർപ്പിച്ച ഉലകത്തിന് രണ്ട് കാര്യം സമർപ്പിച്ചു. അതിനു മുമ്പ് ദൈവസഭ എടുക്കപ്പെടാൻ പോകുന്നു. അതാ നമ്മുടെ പ്രസംഗം. ദാനിയേൽ പ്രവചനം. ഈ മൃഗം ഭരണത്തിൽ വരുന്നതിന് മുമ്പ് ദാനിയേൽ പ്രവചനം 7-8 വാക്യങ്ങൾ വായിച്ചാട്ട്. പ്രവചനത്തിന്റെ ഭാഗം. മഹാസമുദ്രത്തിന് നേരെ കാറ്റ്. വായിക്കാം. ദാനിയേൽ രാത്രി ദർശനത്തിൽ ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരവും അതിബലവുമുള്ള നാലാമതൊരു മൃഗത്തെ കണ്ടു. മൃഗം എന്ന് പറയുന്ന ഭരണാധികാരി. ഇതാ മഹാസമുദ്രത്തിന് നേരെ കാറ്റടിക്കുന്നു. 1 മിനിറ്റ്. അതാ ദാനിയേൽ കണ്ട ദർശനം. തല തങ്കം നെബൂഖദ്നേസർ, നെഞ്ചും കൈയും വെള്ളി, ദാര്യാവേശും കോരശും. അതിന്റെ വായിൽ ലിബിയ, ഈജിപ്റ്റ്, ജോർദാൻ. അത് കഴിഞ്ഞ് ഗ്രീസിലെ ഒറ്റക്കൊമ്പൻ അരഭാഗം. അത് കഴിഞ്ഞിട്ട് കാല, ഇരുമ്പ് തോട്. അന്നത്തതായ ഇരുമ്പും കളിമണ്ണും. ഇന്നത്തെ ജനാധിപത്യ ഭരണം. MLA MP ചാക്കിട്ട് മേടിക്കുന്നു. അത് കഴിയുമ്പോൾ 10 വിരൽ 10 കൊമ്പ്. ന്യൂ വേ വേൾഡ് ഓർഡർ. എത്ര ക്ലിയർ! അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യം. അടുത്ത വാക്ക് വായിച്ചിട്ട് കുഞ്ഞെ. അതിന് വലിയ ഇരുമ്പ് പല്ല്. ആന്റി ക്രൈസ്റ്റ്. അടുത്തത് വായിക്കാം. അത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു. ഇന്നത്തെ ഭരണങ്ങളെ തകർത്ത് കളയും. അതുകൊണ്ട് നമ്മുടെ കൊയർപാടും. ഭരണകൂടങ്ങൾ തകരുന്നു, കടലിൻ മുഴക്കം കേൾക്കുന്നു. ഈ ഭരണകൂടങ്ങളെ മുഴുവൻ തള്ളിക്കളയും. അടുത്ത വാക്ക്. മുൻപേ കണ്ട സകല മൃഗങ്ങളിൽ വെച്ച് മുസോളിനി. ഈ ഭരണാധികാരികൾ, മൃഗം ഭരണാധികാരി, ഇവരിൽ വെച്ച് ഇത് വ്യത്യാസമുള്ളതായിരുന്നു. അടുത്തതാ റോമാ സാമ്രാജ്യം മടങ്ങി വരും. കുഞ്ഞു വായിച്ചാട്ടെ. അതിന് 10 കൊമ്പുണ്ടായിരുന്നു. കിടക്കുന്ന ദാനിയേല് യോഹന്നാനെ കണ്ടിട്ടില്ല. യേശുക്രിസ്തുവിന്റെ ജനനത്തിന് 550 കൊല്ലം മുമ്പ് ദാനിയേൽ പ്രവചനം. അത് കഴിഞ്ഞിട്ട് യോഹന്നാൻ എവിടാ? അതിനുശേഷം ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് വെളിപ്പാട് 13-ലും 10 കൊമ്പ്, ദാനിയേൽ 7-ലും 10 കൊമ്പ്. ന്യൂ വേ വേൾഡ് ഓർഡർ. ഇന്ന് രാത്രി പ്രസംഗിക്കുന്നവൻ മാറും, പ്രവാചകൻ വീഴും, ഉപദേശി പട്ടുപോകും. എന്നാൽ നമ്മുടെ കരങ്ങളിൽ പിടിച്ചിരിക്കുന്ന ബൈബിളിന് മാറ്റമില്ല. ഇത് സാധാരണ പുസ്തകമല്ല. 40 എഴുത്തുകാർ 1500 സംവത്സരം ഹല്ലേലൂയ പരിശുദ്ധാത്മ ശക്തിയിൽ ചമച്ചതാ നമ്മുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിൾ. ദാനിയേൽ എവിടെ കിടക്കുന്നു? ബാബേലിന്റെ പ്രവാസത്തിനകത്ത്. യോഹന്നാൻ എവിടെ കിടക്കുന്നു? പത്മോസിനകത്ത് കിടക്കുന്നു. 2 പേരിലും ചരിച്ചത് പരിശുദ്ധാത്മാവിന്റെ കൃപ. അതുകൊണ്ട് 10 കൊമ്പ്. അടുത്തതായി എന്റെ പ്രസംഗം വായിച്ചാട്ടെ. അടുത്ത വാക്കൂടെ. ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യന്റെ അവയുടെ ഇടയിൽ മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു. ആ ചെറിയ കൊമ്പ് വരാനിരിക്കുന്ന ലോകഭരണം. അടുത്തത് ആ കൊമ്പുകൾ. അതിനാൽ മുൻപിലത്തെ കൊമ്പുകളിൽ 3 പേരോടെ പറഞ്ഞുപോയി. ആ 3 1 രാജാധിപത്യം, 2 ജനാധിപത്യം, 3-മത്തതായ ഏകാധിപത്യം. ഇത് 3 തകരും. രാജാധിപത്യം ഇന്ന്
ഇവിടുത്തെ അറബ് സ്റ്റേറ്റുകളിലൊക്കെ പലരും രാജഭരണോ, ജനാധിപത്യം, ഇന്ത്യ അടക്കം ഏകാധിപതികൾ. ആരൊക്കെ? ചൈനയിലെ ഷീ ജിൻപിങ്, റഷ്യയിലെ വ്ളാഡിമിർ പുടിൻ, കൊറിയയിലെ കിം ജോങ്, അവരെല്ലാം തകരും. ഇതെല്ലാം തകരുമ്പോൾ ഒരുവൻ ഭരണത്തിൽ വരും, അവനടുക്ക പതുക്കൽ. അന്ന് രണ്ട് കാര്യം നടക്കും. അതിനു മുമ്പ് ദൈവസഭ. വായിച്ചോട്ട് കുഞ്ഞേ. ഈ കൊമ്പിൽ മനുഷ്യന്റെ കണ്ണുപോലെ, ഈ കൊമ്പിൽ മനുഷ്യന്റെ കണ്ണ് പോലെ ഉലകം മുഴുവൻ കാണും. അവിടെ നിർത്തിയാട്ട് ഒരു വാക്കൂടെ പറയുമ്പോൾ അവസാനിപ്പിക്കാം. എന്താ അതിന്റെ പ്രത്യേകത? പഴയ മൊബൈലെല്ലാം മാറി. ഇവിടെയും 4Gയും 5G ആയി. നാട്ടിലെ കോഴഞ്ചേരിയിലെ ഒരു അച്ചായൻ, നാടൻ മലയാളം. പണ്ടത്തെ കാലത്ത് മകനും മകളും ദുബായിലായിരുന്നു. അപ്പൊ കോഴഞ്ചേരി ടെലിഫോൺ എക്സ്ചേഞ്ചിൽ നിന്ന് പത്തനംതിട്ട വഴി BSNL കൂടെ ട്രങ്ക് കോള് കിട്ടുന്നത് 5:30 മണിയാകുമ്പോൾ രാവിലെ ബുക്ക് ചെയ്യും, വൈകിട്ട് മകനെയും മകളെയും കിട്ടണത്. അപ്പൊ പത്തനംതിട്ടക്കാർ കോഴഞ്ചേരിക്ക് കൊടുക്കും. അച്ഛനും അമ്മാമ്മയും കൂടെ വൈകിട്ടിരിക്കുമ്പോൾ, പണ്ടത്തെ ഫോൺ അറിയാമല്ലോ, സ്വത്രം വലിയ ഫോണാ, നല്ല ബെല്ലും അടിക്കും. ആ സമയത്ത് അച്ഛൻ ഈ ഫോൺ കിട്ടുമ്പോൾ ഈ പത്തനംതിട്ടനെ കണക്ട് ചെയ്യും, ഓവർ ടു ദുബായ് എന്നും പറഞ്ഞ് കണക്ട് ചെയ്ത് കൊടുക്കും. അപ്പൊ അച്ഛൻ ഒരു വിളിക്കുമായിരുന്നു, ഹലോ ജോസ്മോൻ. കേട്ടവർക്കായി. അച്ഛൻ്റെ വീടും കേൾക്കും, അപ്പുറത്തെ ചിന്നമാമ്മയുടെ വീട്ടിലെ പട്ടിയും കുറയ്ക്കും. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. അതായിരുന്നല്ലോ പഴയ ഫോൺ. കാലം മാറി. അന്നേരം സംസാരം, മോൻ സുഖമായിരിക്കുന്നു, മരുമകൾ നേഴ്സ്, ഇതെല്ലാം ചോദിക്കും. ആ കാലം പോയി. ഇന്ന് 4G വെച്ച് ഒരു ചെകുത്താന്റെ 2 മുള്ളും വെച്ച് 14 ഇഞ്ച് കമ്പ്യൂട്ടർ ഓൺ ചെയ്താൽ മകനെ മകളെ മാത്രമല്ല കാണുന്ന, മേശപ്പുറത്തിരിക്കുന്ന കെൻഡക്കിയും കാണാം. സ്വത്രം. അങ്ങനെയെങ്കിൽ റിലയൻസിന്റെ ക്ലൗഡ് ഇവിടെ വരുന്നു. ഇവിടുത്തെ എനിക്കറിയത്തില്ല, എത്തിസലാറ്റ് ബാക്കി മൊബൈൽ കമ്പനികൾ. ഇന്ത്യയിൽ റിലയൻസ് ക്ലൗഡ് വരുന്നു. ഇനി ഹലോ കോളല്ല, മനുഷ്യൻ മുഖാമുഖം കാണുന്ന സിസ്റ്റം വരുന്നു. കോൾ ഓൺ ചെയ്താൽ ഒരു നെറ്റ്വർക്കിൽ നിന്ന് ലോക രാജ്യത്ത് എവിടെ ഇരുന്നാലും മനുഷ്യൻ മുഖാമുഖം കാണും. മനുഷ്യൻ കാണുന്ന ഒരു കാലം ഇവിടെ വരാറായി. എന്നാൽ കോവിഡിന്റെ മറവിൽ ഗൂഗിൾ മീറ്റും സൂം മീറ്റും ഫേസാപ്പും ഗൂഗിൾ ആപ്പും പഠിച്ച് സകലത്തിന്റെ വാക്സിന്റെ മറവിൽ ഡേറ്റ കൊണ്ടുപോയെങ്കിൽ ഒരുവൻ ലോകത്തിൽ വന്നാൽ, ഇന്റർനെറ്റ് സംവിധാനം എടുത്താൽ സകല മനുഷ്യരെയും HD ക്ലൗഡിൽ കാണുന്ന ഒരു കാലം വരാറായി. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറഞ്ഞ, അവന്റെ കണ്ണ് ഞങ്ങളെ കാണുന്നതിന് മുമ്പ് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ തന്റെ മക്കളെ ചേർക്കുക. ഈ തലമുറയിൽ മധ്യാകാശത്തിൽ വരാറായി. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. അടുത്ത ഒറ്റ കാര്യം കൂടെ പറയുമ്പോൾ അവസാനിക്കാം. അത് കഴിഞ്ഞിട്ട് വമ്പ് പറയുന്ന, വായിച്ചിട്ട് മോളെ, വമ്പ് പറയുന്ന വായും ഉണ്ടായിരുന്നു. കിടക്കുന്ന ഇന്ത്യക്കാരെ സുന്ദർപ്പിച്ചേടാ ഗൂഗിൾ. ഇതൂടെ കേട്ടിട്ട് അവസാനിപ്പിക്കാം. നാളെ നേരത്തെ 8:30 പറയാം എന്താ വമ്പ് പറയുന്ന വായു. പണ്ട് ഷാർജ വന്നിട്ട് അജ്മാനിൽ പോകാൻ വഴിയെടുക്കുന്ന ഹിന്ദിക്കാരനോട് ചോദിക്കും, ഭായ് സാബ് അജ്മാൻ ജാനേക്കാ രസ്താക്കി തറേ. ഐസാബാല ബാത്ത് അഭി ബന്ധ ഹോ ഗയ. സന്തോഷമില്ലല്ലോ, നിങ്ങൾ ചൊവ്വായിന്ന് വന്നത്. സ്വത്രം. അതുകൊണ്ട് അജ്മാൻ അറിയത്തില്ല. വഴി ചായക്കടക്കാരൻ്റെ അടുത്ത് അജ്മാൻ ചോദിക്കുവായിരുന്നു. സ്വത്രം. ഇന്ന് അതാണോ വണ്ടിക്കകത്തിരിപ്പുണ്ട് ഗൂഗിൾ, ഇന്ത്യക്കാരെ സുന്ദർപ്പിച്ച്. അങ്ങനെയെങ്കിൽ അവൻ സംസാരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ലോകത്തോട് ഒരുവൻ സംസാരിക്കും. ഇസ്രയേലിന്റെ പർവ്വതനിര. എല്ലാവരും കേട്ടോണം, മെഗിദോ താഴ്വര. ഇന്ന് രാത്രി എമിറേറ്റ്സിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ 1000 മനുഷ്യന്റെ തലച്ചോറ് വലിപ്പമുള്ള ഒരു കമ്പ്യൂട്ടർ സെറ്റ് ചെയ്യുന്നു. 1000 ഹ്യൂമൻ ബീയിങ് ബ്രെയിൻ സാച്ചുറേറ്റഡ് കമ്പ്യൂട്ടർ, വാലി ഓഫ് ഇസ്രായേൽ അവിടെ സെറ്റ് ചെയ്യുന്നു. ഇപ്പോൾ അത് കൺവെർട്ട് ചെയ്തു. 200 ഭാഷയ്ക്ക് ട്രാൻസ്ലേഷൻ കൊടുത്തു. ആര് ട്രാൻസ്ലേഷൻ എടുത്തു? തമിഴ്നാട്ടിൽ അരുമയാണ് ഒരു ഊളിയക്കാരൻ ഇരിക്കുന്നു. അവർ താൻ മോഹൻ സി ലാസറസ്. അവർ കേരളത്തിൽ വരക്കൂടാതെ അവരുടെ സംസാരം ഇപ്പോൾ തമിഴിൽ പേസുകരുത് ട്രാൻസ്ലേഷൻ കൊടുത്തു. രണ്ടാമത്തത് കേട്ടോണോ, ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ വരാത്ത ജോയ്സ് മേയർ എന്ന് പറയുന്ന ഒരു പ്രാസംഗമുണ്ട്, കേരളത്തിൽ വന്നിട്ടില്ല. അവരിന്ന് ഹാർവെസ്റ്റിലും പവർ വിഷനിലും കൊടുക്കുന്നു. ഇംഗ്ലീഷാ. പക്ഷെ ഇസ്രായേലിന്റെ സോഫ്റ്റ്വെയർ കൺവെയർ ചെയ്തു, മാറി. അത് മലയാളത്തിലേക്ക്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ കഴിഞ്ഞ ദിവസങ്ങളിൽ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് വന്നപ്പോൾ അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ഒരു മലയാളി ചെറുപ്പക്കാരൻ്റെ ഒരു സോഫ്റ്റ്വെയർ കൊടുത്തപ്പോൾ പ്രധാനമന്ത്രി ഹിന്ദിയിൽ പറഞ്ഞത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തെങ്കിൽ ഇന്ത്യയുടെ സുന്ദർപ്പിച്ചയുടെ നേതൃത്വത്തിൽ ഇന്ന് ഗൂഗിൾ മാപ്പ് സംസാരിക്കുന്നെങ്കിൽ കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ, എതിർ ക്രിസ്തു ഭരണമെടുത്താൽ, ഇന്റർനെറ്റ് സംവിധാനം അവന്റെ കയ്യിലായി കഴിഞ്ഞാൽ ഇന്ന് ഇസ്രായേലിനകത്ത് പണിതെടുത്ത വോയിസ് ട്രാൻസ്ലേറ്റർ വഴി അവൻ ലോകത്തോട് സംസാരിക്കുന്ന കാലം വിദൂരമല്ല. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, അവന്റെ ശബ്ദം ഞങ്ങളുടെ കർണപുടങ്ങൾക്കകത്ത് വീഴുന്നതിന് മുമ്പ് മറ്റൊരു ശബ്ദം ഈ തലമുറയിൽ മധ്യാകാശത്തിൽ മുഴങ്ങ്. കരമുയർത്തുന്നവർക്ക്
ഇന്ന് രാത്രി അതിന്റെ പേര് കർത്താവ് തൻ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്ക്. ജീവനോടിരിക്കുന്ന നാം അവനെ എതിരേൽക്കുവാൻ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കളെ, നാം പ്രതീക്ഷിച്ച സമയത്തെക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കല. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാ നാഴിക വന്നത് കൊണ്ട് ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. അവൻ ന്യായാസനങ്ങളെ തുറന്നു. മൃഗത്തോടും അതിന്റെ പ്രതിമയോടും അതിന്റെ സംഖ്യയോടും അതിന്റെ മുദ്രയോടും ക്രിസ്തുവിന്റെ സാക്ഷ്യവും വചനവുമായി ഛേദിക്കപ്പെട്ടവരുടെ ആത്മാക്കൾ 1000 ആണ്ട് വാണെങ്കിൽ ഒരു ഭരണം ലോകത്തിൽ വരാറായി. ഇന്ന് രാത്രി വായിച്ചവസാനിപ്പിക്കാം. യോഹന്നാൻ 14:30 വായിച്ചാട്ടെ മോളെ, വായിച്ചാട്ടെ, വായിക്കാം. യോഹന്നാൻ 14:30 വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14:30 യേശു പറഞ്ഞു, വായിച്ചാട്ടെ, ഞാനിനി അധികം. യോഹന്നാന്റെ സുവിശേഷം 14:30 എന്ന് വായിച്ചാട്ടെ മക്കളെ. യോഹന്നാൻ സുവിശേഷം 14:30 വാക്യം. യോഹന്നാന്റെ സുവിശേഷം വായിച്ചുകൊണ്ടിരുന്ന കുഞ്ഞെന്തി വായിച്ചാട്ടെ മക്കളെ. ഞാനിനി നിങ്ങളോട് വളരെ സംസാരിക്കുകയില്ല. യേശു പറഞ്ഞു, ഞാനിനി നിങ്ങളോട് അധികം സംസാരിക്കില്ല. അടുത്ത വാക്ക്, ലോകത്തിന്റെ പ്രഭു വരുന്നു. ലോകത്തിന്റെ പ്രഭു വരുന്നു. അടുത്തത്, അവൻ എന്നോട് ഒരു കാര്യവുമില്ല. അവൻ എന്നോട് ഒരു കാര്യവുമില്ല. അങ്ങനെയെങ്കിൽ സ്വർഗത്തിനോട് അവന് കാര്യമില്ല, പിന്നെ നമ്മളോട് എന്തൊരു കാര്യമാണ്? അതിനുമുമ്പ് ദൈവസഭ എടുക്കപ്പെടും. അവൻ ഇവിടെ വരുന്നതിന് മുമ്പ് ഇവിടെ ഒരു ഒഴിച്ചുമാറ്റം നടക്കും. അവസാനിപ്പിക്കാൻ പോവാ. ദാറ്റ് മീൻസ് കമ്മിങ് ആൻഡ് ഇവാക്യുവേഷൻ. ഗൾഫുകാർ ശ്രദ്ധിക്കണം. 5 ഒഴിച്ചുമാറ്റം നിങ്ങളോട് പറയാം. 1945 രണ്ടാം ലോക മഹായുദ്ധം, 5.5 കോടി പേർ മരിക്കുന്നു. അതിനോടനുബന്ധിച്ച് ജർമ്മനിയുടെ ആക്രമണം ഭയന്ന് ബ്രിട്ടൻ 1000-ങ്ങളെ ഒഴിച്ചു മാറ്റി. 1990 വിൽസൺ സാറും കെ ഒ മാത്യു സാറൊക്കെ കേട്ടോണം. ഓഗസ്റ്റ് മാസം 2-ാം തീയതി കുവൈറ്റിനെ കയറി ഇറാഖ് ആക്രമിച്ചപ്പോൾ എയർ ഇന്ത്യയുടെ നേതൃത്വത്തിൽ ടയോട്ട സണ്ണിച്ചാന്റെ കരത്തോട് 1000-ങ്ങളെ ഒഴിച്ചു മാറ്റി. സാമ്പിൾ 2013 ലെമനിൽ കലാപം, ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാർ അനേകം പേരെ ഒഴിച്ചു മാറ്റി. 16-ൽ സുഡാനി കലാപം, സഖാവ് പിണറായി വിജയൻ ഒഴിച്ചു മാറ്റി. 2018 പത്തനംതിട്ടക്കാർക്ക് അറിയാം. ഓക്കി ചുഴലിക്കാറ്റും പ്രളയവും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ സ്കൂളുകളിൽ ഒഴിച്ചു മാറ്റി. 2020 മുതൽ കോവിഡ്, അന്ന് ഗൾഫിൽ ഒരു ഒഴിച്ചുമാറ്റൽ നടന്നു. വന്ദേ ഭാരത് മനസ്സിലാകുന്നവർക്കായി 2022 ഉക്രൈനെ ആരാക്രമിച്ചു? റഷ്യ ആക്രമിച്ചു. അന്നൊരു ഒഴിച്ചുമാറ്റൽ നടന്നു. അതിന്റെ പേര് ഓപ്പറേഷൻ ഗംഗ. എയർ ഇന്ത്യയും ഇൻഡിഗോയും ഉത്തർപ്രദേശിലെ ഇൻഡിഗോ വിമാനത്താവളത്തിൽ നിന്ന് ഇന്ത്യയുടെ എയർഫോഴ്സ് വിമാനങ്ങളും ഇന്ത്യക്കാരെ സ്വീകരിക്കാൻ പോയി. പ്രിയ മക്കളെ, ബെലാറസിൽ ഇറങ്ങി, മോസ്കോയിൽ ഇറങ്ങി. അമേരിക്കക്കാരനെ കയറ്റിയില്ല, പാകിസ്ഥാനിയെ കയറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അഫ്ഗാൻകാരനെ കയറ്റിയില്ല. ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവര് ഇന്ത്യയുടെ വിമാനത്തിനകത്ത് ഡൽഹിയുടെ മണ്ണിനകത്ത് കൊണ്ടുവന്നെങ്കിൽ എതിർ ക്രിസ്തു ഭരണത്തിൽ വരുന്നതിന് മുമ്പ് ഇവിടെ ഒരു ഒഴിച്ചുമാറ്റം നടക്കാൻ പോന്നു. അതിന്റെ പേര് യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാ. 10,000 പേരിൽ സുന്ദരനായി കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. എമിറേറ്റ്സ് വായിക്കുന്നവൻ ഭാഗ്യവാ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാ. സമയമെടുത്ത് ഒറ്റ കാര്യം കൂടെ. ഇവിടെ എല്ലാം പത്തനംതിട്ടക്കാരായിരിക്കും. തിരുവല്ല റെയിൽവേ സ്റ്റേഷനിലെ പാടുന്ന കുഞ്ഞുങ്ങൾ തയ്യാറായിക്കോട്ടെ. ആ സമയത്ത് സ്വതന്ത്രാഴ്ച എടുക്കാം. വായിക്കാം. തിരുവല്ല റെയിൽവേ സ്റ്റേഷനിലെ 2 കുഞ്ഞുങ്ങൾ പോയി. അവര് എലന്തൂരിൽ നിന്നാ പോയത്. എലന്തൂരിൽ നിന്ന് ഒരു ജോസും പോയി, ഒരു ജോമോനും പോയി. നാടൻ കഥ, അരുമയാനൊരു ചിന്ന കഥ. തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 2 എണ്ണത്തിനും തൃശ്ശൂരിന് പോകണം. അപ്പൊ ജോമോൻ ചെന്ന് 10 രൂപയുടെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തു. അവന് തൃശ്ശൂരിന് പോകാൻ അവൻ കാത്തേക്കുക. ജോസ് ചെന്നപ്പോ സഹോദരി പറഞ്ഞു, ഇപ്പൊ ഈ കോവിഡിന് ശേഷം കാര്യമില്ല, തത്കാല് തരാന്ന് പറഞ്ഞു. ജോസ് പൂരിപ്പിച്ചു കൊടുത്തു. 190 ജയന്തി ജനത വരാൻ സമയം. 2 പേരും തമിഴ്നാട്ടുകാരുടെ ഭാഷയിൽ പറഞ്ഞ കൊഞ്ചമാ അങ്ങ് ഇരുത് ടീക്ക് സാപ്പിടരുത്. അപ്പൊ ഒരു സൗണ്ട് കേട്ട് എന്താ സൗണ്ട്? യാത്രയും കോ ശ്രദ്ധ ധ്യാൻ കേലിയ കന്യാകുമാരി കൊച്ചി കൊക്കർ മുംബൈ തക്ക് ജാനേവാല ജയന്തി ജനത 11 ബജെ പहुंचेगा. 10:30 ശ്രോത്രം. ഇവർ കാത്തിരിക്കുക. ആ സമയത്ത് മലയാളത്തിലും യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചി വഴി മുംബൈ വരെ പോകുന്ന ജയന്തി ജനത 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ വരും. ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ട്രെയിൻ വന്നു. ട്രെയിൻ വന്നപ്പോൾ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ജോമോന്റെ ജോസിന്റെ തത്കാലം. കഷ്ടകാലത്തിന് ജോസിന്റെ ഇരുന്ന ടിക്കറ്റ് 3 SLR സീറ്റ് നമ്പർ 22 നാടൻ മലയാളം. ജോമോൻ അവിടെ ടിക്കറ്റുമായിട്ട് ചെന്നു. പ്ലാറ്റ്ഫോം ടിക്കറ്റ് കഷ്ടകാലത്തിന് TTR അവിടെ ഉണ്ടായിരുന്നു. മേടിച്ചു നോക്കിയിട്ട് ബേട്ടാ ये ट्रेन का अंदर जाने वाला नहीं, इधर बाहर घूम के चाय पीने वाले. മനസ്സിലാകുന്നവർക്ക് ശ്രോത്രം. നിനക്ക് ട്രെയിനകത്ത് കയറാനല്ല. എത്ര പ്രസംഗം ഷാർജയിലും ദുബൈയിലും അബുദാബിയിലും കേട്ടിട്ട് ഇതുവരെ നീ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്താൽ ഇവിടെ നിന്ന് പോകും ശ്രോത്രം. എന്നാൽ ജോസിന്റെ ഒരു ടിക്കറ്റ് ഉണ്ടായിരുന്നു തത്കാല്. ആ തത്കാലിന്
पहला तेसल्लार सीट नंबर 22 അവനോട് പറഞ്ഞു ബേട്ട അന്തർ ജാവോ സീറ്റ് മേ ബൈഠോ രക്ഷയുടെ ടിക്കറ്റ് ഉള്ളവനെ ചേർക്കുക എന്റെ കാന്തൻ മധ്യാകാശത്തിൽ വരാറായി വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി ആത്മാവ് സഭകളോട് പറയുന്ന ചെവിയുള്ളവൻ കേൾക്കട്ടെ സഹോദര സഹോദരി ചെറുപ്പക്കാര് ഇന്ന് രാത്രി മരിച്ചാൽ നിന്റെ നിത്യത എവിടെ കൊട്ടാരമായാലും മരണം കോട്ടയ്ക്കകത്തും മരണം പണ്ഡിതനും മരണം പാമരനും മരണം തൊഴിലാളിക്കും മരണം മുതലാളിക്കും മരണം എന്നാൽ ഇന്ന് രാത്രി ഞങ്ങളുടെ പ്രത്യേകത കപ്പക്കാലയിൽ മരിക്കാം കവലയിൽ മരിക്കാം പ്രസംഗത്തിൽ മരിക്കാം ക്യാൻസർ വന്ന് മരിക്കാം ഒരുപക്ഷെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കാം ഞങ്ങളുടെ ശരീരത്തിന് മാത്രമേ മരണമുള്ളൂ കല്ലറയ്ക്കപ്പുറത്ത് ലാസറിനെ മാടി വിളിച്ചവർ ഗംഭീരനാദവുമായി മടങ്ങി വരാൻ കാലമാണ്